ഓക്കെ, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്രോബ്ലംസിനെ പറ്റിയാണ്. അതാണ് ബേസിക്കലി ബൗൺസിംഗ് ബോൾ പ്രോബ്ലംസ്. സോ നമുക്ക് എന്താണ് ബേസിക്കലി പ്രോബ്ലം നോക്കാം. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതാണ്. സപ്പോസ് എൻ്റെ ഒരു സർഫസ് ഉണ്ട്, ഞാൻ ഈ സർഫസിലോട്ട് ഞാനൊരു ബോൾ ഡ്രോപ്പ് ചെയ്യുവാണ്, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ത്രോ ചെയ്യുന്നതാവാം. എന്തായാലും ഈ ബോൾ എൻ്റെ സർഫസിൽ ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നു എങ്കിൽ നമുക്കറിയാം ഇത് ഹിറ്റ് ചെയ്തതിന് ശേഷം ഈ ബോൾ എന്തായാലും റീബൗണ്ട് ചെയ്യും. റീബൗണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇതുപോലെയൊക്കെ മൂവ് ചെയ്യുമായിരിക്കും. സോ എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നാണ്. അതായത് ഇതിന്റെ കംപ്ലീറ്റ് മോഷൻ എത്ര ടൈം എടുക്കും, ആൻഡ് ഇത് എത്ര ടോട്ടൽ ഡിസ്റ്റൻസ് ഈ സാധനം ട്രാവൽ ചെയ്യും. ഇനി സപ്പോസ് എന്റെ സർഫസ് ഇങ്ങനെയാണ്, ഞാൻ എന്റെ ബോളിന് ഞാൻ ഒരു പർട്ടിക്കുലർ ആംഗിൾ ആണ് എറിയുന്നതെങ്കിൽ നമുക്കറിയാം മോഷൻ ഈ സ്ട്രക്ചറിലായിരിക്കും. എങ്കിൽ എനിക്കറിയേണ്ടത് ഈ എൻറ്റയർ മോഷൻ ഫിനിഷ് ചെയ്യാൻ എത്ര ടൈം എടുക്കും, ആൻഡ് അത് ഹൊറിസോണ്ടലി എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യും. ഇനി വേണമെങ്കിൽ എന്റെ 5th കൊളീഷനും 6th കൊളീഷനും ഇടയ്ക്ക് അതൊരു ഹൊറിസോണ്ടൽ റേഞ്ച് കവർ ചെയ്തിട്ടുണ്ട്, അതും എന്റെ ഫസ്റ്റ് കൊളീഷനും 2nd കൊളീഷനും ഇടയ്ക്കുള്ള ഹൊറിസോണ്ടൽ റേഞ്ച്, ഇതിനൊക്കെയുള്ള റേഷ്യോ എന്താണ്. സോ നമുക്ക് ഇത്തരം പാരാമീറ്റേഴ്സ് ആണ് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമുക്ക് അറിയേണ്ടത്. സോ നമുക്ക് ആലോചിച്ച് നോക്കാം എങ്ങനെയാണ് ഇത്തരം പ്രോബ്ലംസിന് അപ്രോച്ച് ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാൻ ആദ്യം ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ഒരു പാരാമീറ്റർ ആണ് കോഎഫിഷ്യന്റ് റെസ്റ്റിറ്റ്യൂഷൻ. സോ നമുക്ക് എന്താണ് ഇതിന്റെ ഐഡിയ നോക്കാം. ഐഡിയ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സപ്പോസ് എൻ്റെ ഒരു സർഫസ് ഉണ്ട്, ഞാൻ ആ സർഫസിലോട്ട് ഞാനൊരു ബോൾ എറിയുവാണ്. എന്തായാലും ഈ ബോൾ എന്റെ സർഫസിൽ വരും. സർഫസിൽ വരുമ്പോൾ അതിനൊരു പർട്ടിക്കുലർ വെലോസിറ്റി ഉണ്ടാവും. അതാണ് അതിന്റെ സർഫസിലോട്ട് ഹിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉള്ള വെലോസിറ്റി. നമുക്ക് വേണമെങ്കിൽ അതിനെ വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്ന് വിളിക്കാം. അതായത് എന്റെ സർഫസിലോട്ട് ഈ ബോൾ അപ്രോച്ച് ചെയ്യുന്ന വെലോസിറ്റി, അതാണ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. ഇനി വൺസ് ഇത് സർഫസിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോൾ തിരിച്ച് റീബൗണ്ട് ചെയ്യും. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, നമുക്ക് എനർജിയെ പറ്റിയൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ലെങ്കിലും നമുക്കൊരു ഇൻറ്റ്യൂറ്റീവ് ഐഡിയ ഉണ്ട്. എന്തായാലും ഈ ബോൾ ഒന്ന് സർഫസിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോളിൽ നിന്ന് കുറച്ച് എനർജി നമ്മുടെ സർഫസ് അബ്സോർബ് ചെയ്യും. ആൻഡ് ഇത് പുറത്തോട്ട് വരുന്ന സമയത്ത് അതിലെ ടോട്ടൽ എനർജി കുറച്ച് കുറവായിരിക്കും. എന്ന് വെച്ചാൽ റീബൗണ്ട് ചെയ്യുന്ന അതിന്റെ വെലോസിറ്റി അത് ഹിറ്റ് ചെയ്ത വെലോസിറ്റിയെക്കാളും കുറച്ചും കൂടെ കുറവായിരിക്കും. എന്ന് വെച്ചാൽ ഇതിന്റെ സർഫസിൽ ഹിറ്റ് ചെയ്ത വെലോസിറ്റിനെക്കാളും കുറച്ചും കൂടെ ചെറിയ വെലോസിറ്റിയിലായിരിക്കും ഈ സാധനം റീബൗണ്ട് ചെയ്യുന്നത്. സപ്പോസ് ഇത് റീബൗണ്ട് ചെയ്യുന്ന വെലോസിറ്റിയാണ് v, ഞാൻ അതിനെയാണ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ റൈറ്റ്. നമുക്ക് എന്തായാലും ഒരു കാര്യം മനസ്സിലായി, എന്റെ വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ എന്തായാലും വെലോസിറ്റി ഓഫ് അപ്രോച്ചിനെക്കാളും ചെറുതാണ്. ഓക്കെ, എങ്കിൽ ആ റേഷ്യോ ആണ് ബേസിക്കലി കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. കോഎഫിഷ്യന്റ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ എന്താണ്, വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് അപ്രോച്ച്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷനുള്ള വാല്യൂ എന്തിനായിരിക്കും ബേസിക്കലി ഡിപെൻഡ് ചെയ്തിരിക്കുന്നത്, ഈ രണ്ട് സർഫസിന്റെയും ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസിനെ പറ്റിയായിരിക്കും. നമുക്ക് തിയറിറ്റിക്കലി ആ ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് എന്താണെന്ന് കണ്ടുപിടിക്കാനൊന്നും അറിയത്തില്ല. സോ എക്സ്പെരിമെന്റലി നമ്മൾ ഓരോ ഡിഫറൻറ്റ് സർഫസുകളുടെ കേസിലും കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷന്റെ വാല്യൂ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ അത് തന്നാലേ നമുക്ക് ബാക്കി മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിനകത്ത് ഇനിഷ്യൽ വെലോസിറ്റിനെയും ഫൈനൽ വെലോസിറ്റിനെയും പറ്റിയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ തന്നേക്കണം. അത് യൂസ് ചെയ്തതിന് ഈ കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. സോ അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ, വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് അപ്രോച്ച്. ഈ റേഷ്യോ ആണ് ബേസിക്കലി കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, സപ്പോസ് ഞാൻ ഈ എൻറ്റയർ പ്രോബ്ലത്തിനകത്ത് ഞാൻ എന്റെ പ്രോബ്ലംസ് കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ എടുക്കുന്ന ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു അസംഷൻ ആണ്, എന്റെ സർഫസിന് ഒരിക്കലും ഹൊറിസോണ്ടൽ ഡയറക്ഷൻസിൽ ഫോഴ്സസ് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതായത് എന്റെ സർഫസ് പെർഫെക്റ്റ്ലി സ്മൂത്ത് ആണ്. അതായത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഒരു ഫോഴ്സസ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ എന്റെ കോൺസിക്വൻസ് എന്തുവാ, ഹൊറിസോണ്ടൽ ഡയറക്ഷൻസിൽ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഒന്നും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ എന്റെ ബോളിന്റെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ വെലോസിറ്റിക്ക് ഒരു ചേഞ്ചും ഉണ്ടാവത്തില്ല. എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്തുവാ, സപ്പോസ് ഇതാണ് സർഫസ് എങ്കിൽ ഞാൻ ഈ ബോൾ ഇങ്ങോട്ട് നേരെ വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ് എറിയുന്നെങ്കിൽ ഇത് നേരെ ഇവിടെ വരും. നോക്കുക, ഇനിഷ്യലി അതിന്റെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ വെലോസിറ്റി 0 ആണ്, ഫൈനലിയും 0 ആയിരിക്കും. ബിക്കോസ് സർഫസിന് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഇല്ല, എങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഇനിഷ്യൽ വെലോസിറ്റി ആയിരിക്കും, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ ഫൈനൽ വെലോസിറ്റി. എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഹിറ്റ് ചെയ്താൽ അത് തിരിച്ച് ഇങ്ങനെ ആയിരിക്കും തിരിച്ച് റീബൗണ്ട് ചെയ്യാനും പോകുന്നത്. ഒരിക്കലും അത് ഇങ്ങനെ പോവില്ല. വേറൊരു സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഇതാണ് എന്റെ സർഫസ്, ഞാൻ എന്റെ ബോളിന് ഇങ്ങനെ എറിയുന്നെങ്കിൽ സപ്പോസ് അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി ആണ് u ആൻഡ് ഈ ആംഗിൾ ആണ് തീറ്റ. എങ്കിൽ എനിക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഈ കമ്പോണന്റ് u കോസ് തീറ്റയും ആൻഡ് ഈ കമ്പോണന്റ് u സൈൻ തീറ്റയും ആണ്. ഓക്കെ, ത്രൂ ഔട്ട് ഇതിന്റെ എൻറ്റയർ മോഷനിൽ, അതായത് ഈ ബൗൺസ് ചെയ്ത് പോകുന്ന ഈ വളരെ കോംപ്ലിക്കേറ്റഡ് ഉള്ള മോഷനിൽ എല്ലായിടത്തും അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി സെയിം ആയിരിക്കും. അത് u കോസ് തീറ്റ തന്നെ ആയിരിക്കും. ബിക്കോസ് എന്റെ സർഫസിന് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഒരു ഫോഴ്സസ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. വെർട്ടിക്കൽ കമ്പോണന്റ് മാറും. ബിക്കോസ് നമുക്കറിയാം ഓരോ പ്രാവശ്യം ഇത് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുമ്പോഴും എനർജി അബ്സോർപ്ഷൻ നടക്കും. സോ അതിന്റെ വെലോസിറ്റി കുറച്ച് വെച്ച് കുറഞ്ഞു വരും. സോ ഇതാണ് നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം. ഓക്കെ, എങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സപ്പോസ് ഇതാണ് നമ്മുടെ സർഫസ്, ഒരു ബോൾ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്നു. ആ ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റിയാണ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്, ആൻഡ് ഈ സാധനം റീബൗണ്ട് ചെയ്യുന്നു. ആ വെലോസിറ്റിയാണ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ. അങ്ങനെയാണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, E = v/u. അല്ലെങ്കിൽ എനിക്ക് ഇതിനെ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോമിൽ എഴുതാം, ഫൈനൽ വെലോസിറ്റി = E ടൈംസ് ഇനിഷ്യൽ വെലോസിറ്റി. റൈറ്റ്. എന്ന് വെച്ചാൽ ബേസിക്കലി ഈ ഈക്വേഷൻ എന്താ പറയുന്നത്, ഇത്രയേ ഉള്ളൂ. സപ്പോസ് എൻ്റെ ഒരു സർഫസ് ഉണ്ട്,
ഒരു ബോൾ ഈ സർഫസിൽ ഒന്ന് ഹിറ്റ് ചെയ്യുന്നു, ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റിയാണ് യു. ഇത് റീബൗണ്ട് ചെയ്ത് പോകുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇ ടൈംസ് യു ആണ്. എന്ന് വെച്ചാൽ എന്റെ സർഫസ് ബേസിക്കലി എന്താ ചെയ്യുന്നത്? അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റിയുടെ കൂടെ ഒരു ഇ ഫാക്ടർ കൂടെ അറ്റാച്ച് ചെയ്യും. അതാണ് ബേസിക്കലി എന്റെ സർഫസ് എപ്പോഴും ചെയ്യുന്നത്. അപ്പൊ മനസ്സിലാക്കുക, ഒരു കൊളീഷൻ നടന്നു കഴിഞ്ഞാൽ ആഫ്റ്റർ ദ കൊളീഷൻ ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിഷ്യലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെലോസിറ്റി എന്താണോ അതിന്റെ കൂടെ ഒരു ഇ ഫാക്ടറും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കും. അതാണ് ബേസിക്കലി എന്റെ സർഫസ് ചെയ്യുന്നത്. ആൻഡ് എപ്പോഴും ഒരു കാര്യം ആലോചിച്ച് നോക്കുക, എന്റെ ഇയുടെ വാല്യൂ എപ്പോഴും 0ക്കും 1നും ഇടയ്ക്കായിരിക്കും. എന്തുകൊണ്ടാണ്? കാര്യം നമുക്കറിയാം നമ്മുടെ സർഫസ് എനർജി അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അതിന്റെ ഫൈനൽ വെലോസിറ്റി എന്തായാലും കുറയാനേ സാധ്യതയുള്ളൂ. സോ വി എന്ന് പറഞ്ഞാൽ ഓൾവേസ് ലെസ് ദാൻ യു ആണ്. എന്ന് വെച്ചാൽ അതിന്റെ വാല്യൂ എന്തായാലും ഒരു പോയിന്റ് നമ്പർ ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 1 ആവില്ല. ബിക്കോസ് ഗ്രേറ്റർ ദാൻ 1 ആയി കഴിഞ്ഞാൽ വിന്റെ വാല്യൂ വലുതാണെന്ന്, അതായത് എന്റെ സർഫസ് ആ ബോളിലോട്ട് എനർജി സപ്ലൈ ചെയ്യുന്നു. അതെന്തായാലും പോസിബിൾ അല്ല. നമ്മൾ അങ്ങനെയല്ല ഈ ത്രൂ ഔട്ട് ഈ പ്രോബ്ലത്തിനകത്ത് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, എങ്കിൽ നമുക്ക് നോക്കാം. സപ്പോസ് എന്റെ പ്രോബ്ലം 2 ഡയമെൻഷനിൽ ആണെങ്കിൽ അവിടെ എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയാണ് നോക്കാം. സപ്പോസ് ഇതാണ് എന്റെ സർഫസ്. ഈ സർഫസിലോട്ട് ഒരു ബോൾ വരുന്നു. സപ്പോസ് ആ ബോളിന്റെ ഇനീഷ്യൽ വെലോസിറ്റിയാണ് യു. ഇതാണ് സർഫസിന്റെ നോർമൽ ഡയറക്ഷൻ. നോർമൽ ഡയറക്ഷൻ ഒരു ആൽഫ ആംഗിൾ മേക്ക് ചെയ്താണ് ആ ബോൾ വരുന്നത്. ഓക്കെ, നമുക്ക് ഈ പടം ഒന്ന് റീഡ്രോ ചെയ്യാം. സപ്പോസ് ഇതാണ് എന്റെ സർഫസ്, ഇതാണ് ബോൾ. ഈ ബോൾ ഇത് ഇങ്ങനെ വരുന്നു. ഇതാണ് നോർമൽ ഡയറക്ഷൻ ആൻഡ് ഈ ആംഗിൾ ആണ് ആൽഫ. റൈറ്റ്, അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി ആണ് യു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും ഈ ഇനിഷ്യൽ വെലോസിറ്റിനെ എനിക്ക് 2 കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എനിക്ക് ഈ ഡയറക്ഷനിൽ ഒരു കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, ഈ ഡയറക്ഷനിൽ ഒരു കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ആൻഡ് ഈ കമ്പോണന്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഈ ആംഗിൾ ആൽഫയാണ്, അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും ആൽഫ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ ആൽഫ ആണെങ്കിൽ ഇതിന്റെ ഈ ഡയറക്ഷനിലെ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി യു കോസ് ആൽഫ. ആൻഡ് ഈ ഡയറക്ഷനിലെ കമ്പോണന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു സൈൻ ആൽഫ. ഓക്കെ, റൈറ്റ്, ഞാൻ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഡയറക്ഷനിലെ കമ്പോണന്റ് ആണ് യു സൈൻ ആൽഫ, ഈ ഡയറക്ഷനിലെ കമ്പോണന്റ് ആണ് യു കോസ് ആൽഫ. ആൻഡ് നമുക്ക് എന്തായാലും ഒരു കാര്യം അറിയാം, ഈ ബോൾ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഒരു ചേഞ്ചും വരത്തില്ല. സോ അതിന്റെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ വെലോസിറ്റി കമ്പോണന്റ് ഫൈനലിയും എക്സാക്ട്ലി സെയിം ആയിരിക്കും, ഇത് തന്നെ ആയിരിക്കും. റൈറ്റ്, പക്ഷെ വെർട്ടിക്കൽ കമ്പോണന്റ് മാറും. അതായത് ഈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി ആയിരിക്കില്ല തിരിച്ചു വരുമ്പോൾ റീബൗണ്ട് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ കുറവായിരിക്കും. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഇത് റീബൗണ്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ വെർട്ടിക്കൽ വെലോസിറ്റി കുറച്ച് കുറയും, പക്ഷെ ഹൊറിസോണ്ടൽ വെലോസിറ്റി മുമ്പത്തെ അതേ വാല്യൂ തന്നെ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ റിസൾട്ടന്റ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ കുറച്ചുകൂടെ നമ്മുടെ എക്സ് ഡയറക്ഷനോട് ചേർന്നതായിരിക്കും. റൈറ്റ്, കാരണം എന്തോ? ബിക്കോസ് എന്റെ വൈ ഡയറക്ഷനിലെ വെലോസിറ്റി കമ്പോണന്റ് ചെറുതായി. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് വെക്ടർ കുറച്ചും കൂടെ എക്സ് ഡയറക്ഷനോട് ചേർന്നായിരിക്കും നിൽക്കുന്നത്. എന്ന് വെച്ചാൽ എന്തായാലും എന്റെ ആംഗിൾ എങ്ങനെയായിരിക്കും? റൈറ്റ്, ഇങ്ങനെ ആയിരിക്കും. ബിക്കോസ് എന്റെ വെർട്ടിക്കൽ വെലോസിറ്റി കുറച്ചും കൂടെ ചെറുതായിട്ടുണ്ട്. റൈറ്റ്, സോ അപ്പൊ ഞാൻ സപ്പോസ് ഈ ആംഗിളിനെ ഞാൻ ബീറ്റ എന്ന് എടുക്കുവാണ്. ഓക്കെ, റൈറ്റ്, സപ്പോസ് അത് റീബൗണ്ട് ചെയ്ത് പോകുന്ന വെലോസിറ്റി വി ആണ്. ബിക്കോസ് അവിടെ എനർജി അബ്സോർപ്ഷൻ നടന്നു. സോ ഫൈനൽ വെലോസിറ്റി എന്തായാലും ചെറുതായിരിക്കും. എങ്കിൽ എനിക്ക് പറയാം, ഇത് റീബൗണ്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഫൈനൽ വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി കോസ് ബീറ്റ, ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി സൈൻ ബീറ്റ. ഓക്കെ, എങ്കിൽ നമുക്ക് എന്തായാലും ഇവിടെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഇക്വേറ്റ് ചെയ്യാം. ഫസ്റ്റ് എനിക്ക് എന്തായാലും എഴുതാം, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഒരു ചേഞ്ചും വരത്തില്ല. അങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ ഫൈനൽ വെലോസിറ്റി അതായത് വി സൈൻ ബീറ്റ അതെന്തിന് ഈക്വൽ ആയിരിക്കും? ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ ഇനീഷ്യൽ വെലോസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. അതായത് യു സൈൻ ആൽഫ തന്നെ ഈക്വൽ ആയിരിക്കും. ആൻഡ് വെർട്ടിക്കൽ ഡയറക്ഷനിലെ കേസിലാണെങ്കിൽ എനിക്ക് എന്തായാലും പറയാം, വെർട്ടിക്കൽ ഡയറക്ഷനിലെ ഇനീഷ്യൽ വെലോസിറ്റി ആണ് യു കോസ് ആൽഫ, വെർട്ടിക്കൽ ഡയറക്ഷനിലെ ഫൈനൽ വെലോസിറ്റി ആണ് വി കോസ് ബീറ്റ. നമ്മുടെ കോഎഫിഷ്യന്റ് റെസ്റ്റിറ്റ്യൂഷൻ എന്താ ചെയ്യുന്നത്? ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റിയുടെ കൂടെ ഒരു ഈ ഫാക്ടറും കൂടെ അറ്റാച്ച് ചെയ്യും. എന്ന് വെച്ചാൽ എനിക്ക് പറയാം, ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി കോസ് ബീറ്റ എന്ന് പറയുന്നത് എന്റെ ഇനീഷ്യൽ വെലോസിറ്റിയുടെ കൂടെ, ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കോസ് ആൽഫ, അതിൻ്റെ കൂടെ ഒരു ഈ ഫാക്ടറും കൂടെ അറ്റാച്ച് ചെയ്യും. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി ഇവിടുത്തെ ഇക്വേഷൻ. എങ്കിൽ ഞാൻ ഈ ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്യുവാണ്. അതായത് എനിക്ക് ബേസിക്കലി അറിയേണ്ടതെന്ന് പറഞ്ഞാൽ അതാണ്, എനിക്ക് എന്റെ ഇനീഷ്യൽ വെലോസിറ്റി അറിയാം ആൻഡ് ഇനീഷ്യൽ ആംഗിളും അറിയാം. എനിക്ക് അറിയേണ്ടത് ഫൈനലി എത്ര വെലോസിറ്റി പോവും, ഇത് ഫൈനലി എത്ര ആംഗിളിലായിരിക്കും റീബൗൺസ് ചെയ്യുന്നത്, എനിക്ക് ഈ ഡീറ്റെയിൽസ് അറിയേണ്ടത്. ഓക്കെ, എങ്കിൽ എനിക്ക് എന്തായാലും പറയാം, ഈ 2 ഇക്വേഷനകത്തുനിന്നും ഓക്കെ റൈറ്റ്, ഞാനൊരു കാര്യം ചെയ്യുന്നു. ദിസ് ഇംപ്ലൈസ് ഞാൻ ഈ 2 ഇക്വേഷനെയും ഞാൻ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യാൻ പോവാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ ലെഫ്റ്റ് സൈഡ് എനിക്കൊരു വി സ്ക്വയർ സൈൻ സ്ക്വയർ ബീറ്റ കിട്ടും, വി സ്ക്വയർ കോസ് സ്ക്വയർ ബീറ്റ കിട്ടും. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ വി സ്ക്വയർ പുറത്തെടുക്കാം, ബാക്കി സൈൻ സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ. റൈറ്റ് സൈഡ് നമുക്ക് സെപ്പറേറ്റ് ഡീൽ ചെയ്യാം. എങ്കിൽ എനിക്ക് എഴുതാം, എന്റെ ലെഫ്റ്റ് സൈഡ് വി സ്ക്വയർ പുറത്തു പോകും, ബാക്കി സൈൻ സ്ക്വയർ ബീറ്റ പ്ലസ്
കോസ് സ്ക്വയർ ബീറ്റ ഈക്വൽ ടു റൈറ്റ് സൈഡ് ആണെങ്കിലോ എനിക്ക് എഴുതാം ഓക്കെ രണ്ടിൽ നിന്ന് എന്തായാലും യു സ്ക്വയർ എനിക്ക് പുറത്തെടുക്കാം. യു സ്ക്വയർ പുറത്ത് പോയി കഴിഞ്ഞാൽ ബാക്കി സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് ഇ സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ. ഓക്കെ റൈറ്റ്. എങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് വി ഈസ് ഈക്വൽ ടു, ബിക്കോസ് ഈ ടേം എന്ന് പറഞ്ഞാൽ 1 ആണ്, ഈക്വൽ ടു ഓക്കെ യു വിത്ത് എ റൂട്ട് സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് ഇ സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ. സോ ഇതാണ് ഈ ബോള് റീബൗണ്ട് ചെയ്തതിനു ശേഷമുള്ള ഫൈനൽ വെലോസിറ്റി. ഇവിടെ ജസ്റ്റ് നോക്കുക, എനിക്ക് അറിയാവുന്ന പാരാമീറ്റേഴ്സ് അതൊക്കെയാണ്. എനിക്ക് ഇനീഷ്യൽ വെലോസിറ്റി അറിയാം ആൻഡ് ഇനീഷ്യൽ ആംഗിൾ അറിയാം, അതായത് ഈ സാധനം വന്ന് ഹിറ്റ് ചെയ്യുന്ന ആംഗിൾ എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഫൈനൽ വെലോസിറ്റി എനിക്ക് ഈ എക്സ്പ്രഷനകത്ത് കിട്ടും. ഇനി അടുത്ത ഫൈനൽ ആംഗിൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? സിമ്പിൾ, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാനിപ്പോൾ ഈ രണ്ട് ഇക്വേഷനും എടുത്തിട്ട് സപ്പോസ് ഞാൻ ഈ രണ്ട് ഇക്വേഷനും പരസ്പരം ഡിവൈഡ് ചെയ്യുവാണ്. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വിയും ക്യാൻസൽ ചെയ്ത് പോകും. സോ എനിക്ക് കിട്ടും ടാൻ ബീറ്റ, റൈറ്റ്? സോ എനിക്ക് എഴുതാം ദിസ് ഇംപ്ലൈസ് ടാൻ ബീറ്റ ഈക്വൽ ടു യു സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ ഇ യു കോസ് ആൽഫ. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് ടാൻ ബീറ്റ ഈക്വൽ ടു യുവും കട്ട് ചെയ്ത് പോകും. സോ 1/e ടാൻ ആൽഫ. അതായത് എനിക്ക് മനസ്സിലായി എന്റെ ഇനിഷ്യൽ വെലോസിറ്റി യുവും ഇനിഷ്യൽ ആംഗിൾ ആൽഫയാണെങ്കിൽ ഇത് ആഫ്റ്റർ ദ കൊളീഷൻ ആ സാധനം പോകുന്ന വെലോസിറ്റി ഇതായിരിക്കും, അതായത് യു ടൈംസ് റൂട്ട് സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് ഇ സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ. ആൻഡ് ആഫ്റ്റർ ദ കൊളീഷൻ ഇത് റീബൗണ്ട് ചെയ്യുന്ന ആംഗിൾ റിലേറ്റഡ് ആയിട്ടുള്ളത് ആംഗിൾ ബീറ്റയാണ്, അതെന്ന് പറഞ്ഞാൽ 1/e ടാൻ ആൽഫയാണ്. അല്ലെങ്കിൽ എനിക്ക് എഴുതാം ബീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1/e ടാൻ ആൽഫ. എങ്കിൽ നമുക്ക് ഡിഫറെന്റ് കാര്യങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. സപ്പോസ് ഈ കൊളീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി ഐഡിയൽ ആണ്, അതായത് എന്റെ സർഫസ് ഒരു തരത്തിലെ എനർജി ഒന്നും അബ്സോർബ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം സപ്പോസ് ഇയുടെ വാല്യൂ 1 ആണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് എനിക്ക് വളരെ ഒബ്വിയസ് ആയിട്ട് കാണാം ഇയുടെ വാല്യൂ 1 ആണെങ്കിൽ ഇത് സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫയാണ്, അതായത് ഈ ഫുൾ ടേമിന്റെ വാല്യൂ 1 ആണ് എന്ന് വെച്ചാൽ വി ഈക്വൽ ടു യു എന്ന് വെച്ചാൽ ഇത് ഇങ്ങോട്ട് വരുന്ന വെലോസിറ്റി എന്താണോ എക്സാക്ട്ലി അതേ വെലോസിറ്റി തന്നെ ആയിരിക്കും ഈ സാധനം റീബൗണ്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ റൈറ്റ്, നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്താണ് ബിക്കോസ് എനർജി ഒന്നും അബ്സോർബ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ. അടുത്തത് സപ്പോസ് എന്റെ ഇയുടെ വാല്യൂ 1 ആണെങ്കിൽ ഇതിന്റെ വാല്യൂ 1 ആ എന്ന് വെച്ചാൽ ടാൻ ബീറ്റ ഈക്വൽ ടു ടാൻ ആൽഫ, അതായത് ആൽഫ ഈക്വൽ ടു ബീറ്റ, അതായത് എന്റെ ഈ ആംഗിൾ എന്താണോ അത് തന്നെ ആയിരിക്കും ഈ ആംഗിൾ, റൈറ്റ്? എന്ന് വെച്ചാൽ ഒരു തരത്തിലും എനർജി ഒന്നും അബ്സോർബ് ചെയ്യാത്ത ഒരു ഐഡിയൽ കൊളീഷൻ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ജസ്റ്റ് ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത് പോലെ ആയിരിക്കും ഈ സാധനം പോകുന്നത്. ഏതെങ്കിലും രീതിയിൽ എനർജി അബ്സോർബ് ചെയ്യപ്പെടുവാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ആയിരിക്കത്തില്ല. എന്റെ ഫൈനൽ ആംഗിൾ എന്തായാലും സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും. ആക്ച്വലി നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവും എന്റെ ഫൈനൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ബിഗർ ആയിരിക്കും, ബിക്കോസ് എന്റെ വെർട്ടിക്കൽ വെലോസിറ്റി കുറച്ച് കുറയും, ഹൊറിസോണൽ ഡയറക്ഷൻ വെലോസിറ്റി സെയിം ആണ്. സോ ഇത് കുറച്ചും കൂടെ ഇങ്ങോട്ട് ഇൻക്ലൈൻഡ് ആയിരിക്കും. ഓക്കെ, എങ്കിൽ നമുക്ക് വേറൊരു എക്സ്ട്രീം കേസ് നോക്കാം. സപ്പോസ് എന്റെ ഇന്റെ വാല്യൂ 0 ആണെന്ന് വെച്ചോ. ഇന്റെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? നമുക്ക് ഓൾറെഡി അറിയാം കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാത്രമേ അഫക്ട് ചെയ്യത്തുള്ളൂ. ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷന്റെ ഡെഫിനേഷൻ തന്നെ ഇ ഈസ് ഈക്വൽ ടു വി ബൈ യു എന്നാണ്. അപ്പൊ ഇന്റെ വാല്യൂ 0 ആണെങ്കിൽ വി 0 ആയിരിക്കണം. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഡയറക്ഷനിലെ വെലോസിറ്റിയാണ്. സോ അത് 0 ആവണം എന്ന് വെച്ചാൽ ഓക്കെ, നമുക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് ആ കാര്യം മനസ്സിലാവും. ജസ്റ്റ് നോക്കുക, ഇതാണ് എന്റെ ഇനീഷ്യൽ വെലോസിറ്റി. കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ 0 ആണെങ്കിൽ അത് റീബൗണ്ട് ചെയ്യുന്ന സമയത്തുള്ള ഫൈനൽ വെർട്ടിക്കൽ വെലോസിറ്റി 0 ആവണം. സോ ഇതാണ് ഫൈനൽ വെലോസിറ്റി, അതിന്റെ വെർട്ടിക്കൽ ഡയറക്ഷനിലെ കമ്പോണന്റ് 0 ആവും, അതായത് ഈ ടേം ഇല്ല. എന്ന് വെച്ചാൽ റീബൗണ്ട് ചെയ്തതിനു ശേഷം അതിന് വെർട്ടിക്കൽ കമ്പോണന്റ് ഇല്ല, അതിന് ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. എങ്കിൽ എന്റെ കൊളീഷൻ ആക്ച്വലി ഇങ്ങനെ ആയിരിക്കും. ഈ സാധനം ഇങ്ങനെ വരും, എന്നിട്ട് ഇത് ഇങ്ങനെ പോകും, ബിക്കോസ് അതിന് വെർട്ടിക്കൽ കമ്പോണന്റ് ഇല്ല. ആൻഡ് അതിന്റെ ഫൈനൽ വെലോസിറ്റി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒബ്വിയസ് ആണ്. കാരണം എന്താണ്? നമുക്ക് എന്തായാലും അറിയാം ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ വെലോസിറ്റി മാറില്ല, ബിക്കോസ് കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ അഫക്ട് ചെയ്യില്ല. ആൻഡ് വെർട്ടിക്കൽ ഡയറക്ഷനിലെ വെലോസിറ്റി ഫൈനലി 0 ആണ്. എങ്കിൽ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ വെലോസിറ്റി തന്നെയായിരിക്കും. ഓക്കെ, ബിക്കോസ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ ഇനിഷ്യൽ വെലോസിറ്റി ആണ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ ഫൈനൽ വെലോസിറ്റി. എങ്കിൽ നമുക്ക് എന്തായാലും പറയാം അതിന്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഇനിഷ്യലി ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എത്ര വെലോസിറ്റി ഉണ്ടോ അത് തന്നെയായിരിക്കും, അതായത് യു സൈൻ ആൽഫ തന്നെയായിരിക്കും. ഇനി നമുക്ക് വേണമെങ്കിൽ അത് വെരിഫൈ ചെയ്യാം. എങ്ങനെയാ? ഈ എക്സ്പ്രഷൻ നോക്കുക. സപ്പോസ് എന്റെ ഇന്റെ വാല്യൂ 0 ആണെങ്കിൽ എനിക്കറിയാം വി ഈസ് ഈക്വൽ ടു യു റൂട്ട് സൈൻ സ്ക്വയർ ആൽഫ എന്ന് വെച്ചാൽ യു സൈൻ ആൽഫ. സോ പെർഫെക്റ്റ്ലി കൺസിസ്റ്റന്റ് ആണ്. ഓക്കെ, സോ നമുക്ക് മനസ്സിലായി ഇ ഈക്വൽ ടു 0 ആണെങ്കിൽ കൊളീഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഈ ഫാഷനിലായിരിക്കും.
ഓക്കെ, എങ്കിൽ നമുക്കൊരു കേസ് നോക്കാം. സപ്പോസ് ഇതൊരു ബോളാണ് ആൻഡ് ഇതൊരു സർഫസ് ആണ്. ഈ ബോൾ ഞാൻ ഇനീഷ്യലി ഒരു പർട്ടിക്കുലർ എച്ച് ഹൈറ്റിൽ വെച്ചേക്കുവാണ്. ഞാൻ ഈ ബോൾ ഡ്രോപ്പ് ചെയ്യുന്നു. നമുക്ക് ആദ്യം നോക്കാം ഇവിടെ എന്താ സംഭവിക്കുന്നത്. ഈ ബോൾ നേരെ താഴെ വരും. ഇത് ഗ്രൗണ്ടിൽ എത്തുമ്പോൾ അതിനൊരു പർട്ടിക്കുലർ വെലോസിറ്റി ഉണ്ട് u. അത് വൺസ് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീബൗണ്ട് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ സ്ലോ ആവും. എന്ന് വെച്ചാൽ ഇത് ഗ്രൗണ്ടിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന സ്പീഡ് എത്രയാണെന്ന് വെച്ചാൽ നമുക്കറിയാം. ഒരു ഗ്രൗണ്ട് എപ്പോഴും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ പുറത്ത് ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റിയുടെ കൂടെ ഒരു ഫാക്ടറും കൂടെ അറ്റാച്ച് ചെയ്യും. എന്ന് വെച്ചാൽ ഈ സാധനം മുകളിലോട്ട് പോകുന്ന വെലോസിറ്റി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ EU. അത്രയും സ്പീഡിലായിരിക്കും ഇത് മുകളിലോട്ട് പോകുന്നത്. ആൻഡ് വൺസ് ഇത് EU വെലോസിറ്റി അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുകളിലോട്ട് പോകും. ആൻഡ് ഇതൊരു പർട്ടിക്കുലർ ഹൈറ്റിലെത്തും. നമുക്ക് എന്തായാലും മനസ്സിലായി ഇതിന്റെ വെലോസിറ്റി കുറഞ്ഞു. സോ ഇത് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഹൈറ്റും കുറയും. ആൻഡ് ഇത് മാക്സിമം ഹൈറ്റിൽ റെസ്റ്റിലാവും. എന്നിട്ട് ഇത് നേരെ തിരിച്ചു വരും. ആൻഡ് നമ്മൾ ഓൾറെഡി മുമ്പ് കൈനമാറ്റിക്സ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ബോൾ ഒരു പർട്ടിക്കുലർ ഒരു ലെവലിൽ നിന്ന് ഞാൻ മുകളിലോട്ട് എറിയുവാണെങ്കിൽ ഇത് മുകളിൽ പോയിട്ട് തിരിച്ച് അതേ ലെവലിൽ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി ഞാൻ ഇവിടെ നിറഞ്ഞ വെലോസിറ്റി എത്രയാണോ അത് തന്നെ ആയിരിക്കും. അതായത് ഇവിടെ നിന്ന് ഈ U വെലോസിറ്റി ആണ് പോയെങ്കിൽ അത് തിരിച്ചത് ഇവിടെ എത്തുമ്പോഴും അതിന്റെ വെലോസിറ്റി എക്സാക്ട്ലി EU തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇത് ഗ്രൗണ്ടിൽ രണ്ടാമത് ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റി EU ആണ്. എങ്കിൽ അത് ഇനി റീബൗണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഗ്രൗണ്ട് എപ്പോഴും ചെയ്യുന്നത് എക്സ്ട്രാ ഒരു ഫാക്ടർ അതിൻ്റെ അറ്റാച്ച് ചെയ്യും. എന്ന് വെച്ചാൽ ഇത് വന്ന് ഹിറ്റ് ചെയ്യുന്നത് EU വെലോസിറ്റിയിലാണ്. എങ്കിൽ അത് റീബൗണ്ട് ചെയ്യാൻ പോകുന്നത് ടൈംസ് EU വെലോസിറ്റിയിലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇനി മുകളിലോട്ട് പോകാൻ പോകുന്ന വെലോസിറ്റി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് E²U ആണ്. എങ്കിൽ സെയിം പ്രോസസ്സ് ഇത് മുകളിലോട്ട് E²U സ്റ്റാർട്ട് ചെയ്തു. അത് ഏറ്റവും ടോപ്പിലെത്തും. എന്നിട്ട് നേരെ തിരിച്ചു വരുമ്പോൾ അത് ഗ്രൗണ്ടിലെത്തുമ്പോൾ അപ്പോഴും അതിന്റെ സ്പീഡ് എക്സാക്ട്ലി E²U ആയിരിക്കും. വൺസ് അത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ റീബൗണ്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പോഴുള്ള സ്പീഡിന്റെ കൂടെ ഒരു ഫാക്ടർ കൂടെ എക്സ്ട്രാ വരും. എന്ന് വെച്ചാൽ അത് മുകളിലോട്ട് പോകാൻ പോകുന്നത് E³ ഇതിലായിരിക്കും. സോ നമുക്ക് പാറ്റേൺ മനസ്സിലായി. ഓരോ പ്രാവശ്യം ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റിയുടെ കൂടെ ഒരു ഫാക്ടറും കൂടെ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ EU, E²U, E³U, എക്സെട്ര. സോ അപ്പൊ ഇതാണ് വെലോസിറ്റിയുടെ സ്ട്രക്ചർ. അപ്പൊ നമുക്ക് അറിയേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഇൻസ്റ്റന്റിൽ ഇത് H ഹൈറ്റാ മൂവ് ചെയ്തേ. അടുത്ത ഇൻസ്റ്റന്റിൽ ഇത് ഇവിടെ നിങ്ങോട്ട് സപ്പോസ് H1 ഹൈറ്റ് മൂവ് ചെയ്യും. സപ്പോസ് അത് H1 എന്ന് എടുത്തു എങ്കിൽ ആ H1 ഹൈറ്റ് 2 പ്രാവശ്യം മൂവ് ചെയ്യും. ബിക്കോസ് ഇങ്ങോട്ട് H1 അതായത് 2H1. അടുത്ത റൗണ്ട് അത് പിന്നെ മുകളിലോട്ട് ഒരു H2 ഡിസ്റ്റൻസ് മൂവ് ചെയ്യും. താഴോട്ട് ഒരു H2 ഡിസ്റ്റൻസ്. മൂന്നാമത്തെ ഇൻസ്റ്റന്റിൽ X3, എക്സെട്ര. ഫസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ ബോൾ ട്രാവൽ ചെയ്യുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര. അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഓക്കെ, നമുക്ക് ആലോചിച്ച് നോക്കാം എന്താണ് ഇതിന്റെ അപ്രോച്ച് എന്ന്. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, ഈ ബോൾ താഴെ എത്തുന്നു. അപ്പൊ ഫസ്റ്റ് അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണെന്ന് വെച്ചാൽ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ H. അടുത്ത ഇൻസ്റ്റന്റിലാണെങ്കിലോ അത് ബൗൺസ് ചെയ്യുന്നു. എന്നിട്ട് അത് H1 ഡിസ്റ്റൻസ് പോകുന്നു. പക്ഷെ അത് 2 പ്രാവശ്യം ഉണ്ട്. സോ 2H1. ബിക്കോസ് ഇങ്ങോട്ട് ഒരു H1 ഉണ്ട്, തിരിച്ചു ഒരു H1 ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2H2, അത് കഴിഞ്ഞാൽ 2H3, എക്സെട്ര. സോ ഇതാണ് ആക്ച്വലി ടോട്ടൽ ഡിസ്റ്റൻസ്. ഇനി ഞാൻ ചെയ്യേണ്ടത് ഈ ഓരോ H1 ഉം H2 ഒക്കെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഇവിടെ എന്തായാലും ഈ H ഗിവൺ ആണ്. നമുക്ക് ഈ Hഉം അതായത് H1, H2, H3 ഇതൊക്കെ നമുക്ക് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഓരോ ഹൈറ്റിനെയും എനിക്ക് ഇനീഷ്യലി ഉള്ള ഹൈറ്റിന്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. നമുക്ക് എന്താണ് ഈ H1, H2, H3 ഇതൊക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ജനറൽ കേസും നോക്കാം. അതായത് സപ്പോസ് എൻ്റെ ഒരു ബോൾ ഉണ്ട്. ആ ബോൾ ഞാൻ ഗ്രൗണ്ട് ചെയ്യുന്ന ഒരു U വെലോസിറ്റിയിൽ മുകളിലോട്ട് എറിയുകയാണ്, അല്ലെങ്കിൽ ഒരു V വെലോസിറ്റി മുകളിലോട്ട് എറിയുകയാണ്. അത് മാക്സിമം എത്ര ഹൈറ്റ് പോകുന്ന ആദ്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സിമ്പിൾ. നമുക്ക് പറയാം സപ്പോസ് ഇത് ഗ്രൗണ്ട് ആണ്. ഗ്രൗണ്ടിൽ നിന്ന് ഞാനൊരു V വെലോസിറ്റിയിൽ മുകളിലോട്ട് ഒരു ബോളിനെ എറിയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം അത് മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ അതിന്റെ ഫൈനൽ വെലോസിറ്റി 0 ആണ്. സോ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? V² U² + 2S. സോ ഫൈനൽ വെലോസിറ്റി 0 ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ V², റിട്ടാർഡേഷൻ ആണ്. സോ -2GH. അല്ലെങ്കിൽ എനിക്ക് എഴുതാം ദിസ് ഇംപ്ലൈസ് H ഈക്വൽ ടു V² ഡിവൈഡഡ് ബൈ 2G. സോ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. അതായത് ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് V വെലോസിറ്റിയിൽ ഞാൻ മുകളിലോട്ട് പ്രൊജക്ട് ചെയ്യുവാണെങ്കിൽ അത് മാക്സിമം പോകാൻ പോകുന്ന ഹൈറ്റ് എത്രയാണ്. ഓക്കെ, എങ്കിൽ എനിക്ക് ഈ കേസിൽ എനിക്ക് എന്തായാലും എഴുതാം. സപ്പോസ് ഞാൻ താഴെ നിന്ന് ഈ ഒബ്ജക്റ്റിനെ, അതായത് എനിക്ക് ഈ ഹൈറ്റ് നോൺ ആണ്, ഇനി ഈ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ സാധനം മുകളിലോട്ട് പോകുന്ന സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം EU സ്പീഡാണ്. എങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ പോകുന്ന മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാം H1. H1 is equal to നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ EU ആണ്. സോ EU² ഡിവൈഡഡ് ബൈ 2G. ഞാൻ അതിനൊന്ന് സ്ലൈറ്റ് ആയിട്ട് സിംപ്ലിഫൈ ചെയ്ത് എനിക്ക് കിട്ടും വിച്ച് ഇസ് ഈക്വൽ ടു U² ഡിവൈഡഡ് ബൈ 2G. എന്താണ് U² ബൈ 2G? U² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഈ ബോൾ താഴെ എത്തുന്ന അതേ വെലോസിറ്റിയിൽ ഞാൻ ജസ്റ്റ് ഈ ബോളിന് മുകളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അത് എത്താൻ പോകുന്ന മാക്സിമം ഹൈറ്റ് ആണ്.
നമുക്ക് എന്തായാലും അറിയാം ആ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എച്ച് തന്നെ, റൈറ്റ്? ബിക്കോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു സാധനം മുകളിൽ ഞാൻ താഴോട്ട് ഇടുമ്പോൾ അത് ഈ ഗ്രൗണ്ട് ലെവലിൽ എത്തുമ്പോൾ അത് എത്ര വെലോസിറ്റി അച്ചീവ് ചെയ്യുമോ അതേ വെലോസിറ്റിയിൽ ഞാൻ ഗ്രൗണ്ടിൽ നിന്ന് തന്നെ മുകളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അത് അച്ചീവ് ചെയ്യാൻ പോകുന്ന സെയിം ഹൈറ്റ് തന്നെ ആയിരിക്കും. നമുക്കത് ഓൾറെഡി അറിയാം. എങ്കിലും ആലോചിച്ച് നോക്കേ, u²/2g എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം താഴെ എത്തുമ്പോൾ അത് അച്ചീവ് ചെയ്യുന്ന വെലോസിറ്റിയാണ്. എങ്കിൽ അതേ വെലോസിറ്റിയിൽ ഞാൻ അതിനെ മുകളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അത് അച്ചീവ് ചെയ്യുന്ന ഹൈറ്റ് ആണ് ബേസിക്കലി u²/2g. നമുക്ക് ഓൾറെഡി അറിയാം ആ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ h തന്നെയാണ്, ബിക്കോസ് ഇത് മുകളിൽ നിന്ന് താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റിയാണ് u. സോ അതേ ഹൈറ്റ് മുകളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ഇത് റീച്ച് ചെയ്യാൻ പോകുന്ന സെയിം ഹൈറ്റ് തന്നെ ആയിരിക്കും. എക്സ്പ്രഷൻ അനുസരിച്ച് ആ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ u²/2g ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബേസിക്കലി എന്താണ്? e²h. സോ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് റിസൾട്ട് കിട്ടി. h1 എന്ന് പറഞ്ഞാൽ e²h. സിമിലർലി എനിക്ക് പറയാം h2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് v²/2g. പക്ഷേ h2ന്റെ കേസിലാണെങ്കിലോ നമ്മുടെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ e²u ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടാൻ പോകുന്നത് e²u² /2g എന്ന് വെച്ചാൽ എനിക്ക് കിട്ടാൻ പോകുന്നത് e⁴u²/2g എന്ന് വെച്ചാൽ e⁴h. ഓക്കെ, സിമിലർലി h3 കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. h3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സിറ്റുവേഷനിൽ ഈ സാധനം മുകളിലോട്ട് പോകുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ e³ ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം e³ u² എന്ന് പറഞ്ഞാൽ e⁻⁶ ടൈംസ് u²/2g എന്ന് വെച്ചാൽ e⁻⁶ ടൈംസ് h. സോ നമുക്കൊരു ഫാഷൻ മനസ്സിലായി. അതായത് നമ്മുടെ h1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, h1 എന്ന് പറഞ്ഞാൽ e²h ആണ്. ആൻഡ് നമ്മുടെ h2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e⁴h ആണ്. ആൻഡ് നമ്മുടെ h3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e⁻⁶h ആണ്. എന്ന് വെച്ചാൽ ഈവൻ നമ്പേഴ്സ് ആണ് പവർ ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത h4 എന്ന് പറഞ്ഞാൽ e⁻8 ആയിരിക്കും, അടുത്ത e⁻10 എക്സെട്ര, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം എന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് d ഈക്വൽ ടു h + 2h1 + 2h2 + 2h3 എക്സെട്ര, റൈറ്റ്? ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു h + 2h1. h1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e²h + 2h2 എന്ന് പറഞ്ഞാൽ e⁻⁴h + 2h3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e⁻⁶h എക്സെട്ര. ഓക്കെ, ഇതിനെനിക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ആദ്യം ഞാനൊരു h കോമൺ എടുക്കുവാണ്. സോ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു h ടൈംസ് ബാക്കി ഇവിടെ ഒരു 1 ആവുള്ളേ, 1 + ഇനി നോക്കാം ഞാൻ ഈ ഫാക്ടേഴ്സിനെ ഡീൽ ചെയ്യുമ്പോൾ എല്ലാത്തിനകത്തും കണ്ടോ e² ഒരു ഫാക്ടർ കോമൺ ആണ്. സോ എനിക്ക് അത് പുറത്തെടുക്കാം. ആക്ച്വലി 2e² കോമൺ ആണ്. സോ എനിക്ക് അത് പുറത്തെടുക്കാം. സോ അത് പുറത്തെടുക്കുമ്പോൾ ഒരു 2e² ഫാക്ടർ പുറത്തു വരും. ബ്രാക്കറ്റിനകത്ത് 1 + റൈറ്റ്, ഇവിടുന്ന് ഒരു 2e² പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഓക്കെ h ഓൾറെഡി പോയിട്ടുണ്ട്. സോ e² പ്ലസ് അടുത്തതിനകത്ത് 2e² പോയി കഴിഞ്ഞാൽ ബാക്കി e⁻⁴ എക്സെട്ര. ഓക്കെ, റൈറ്റ്? എങ്കിൽ ഇനി നമ്മളിത് കാണുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇതെന്ന് പറഞ്ഞാൽ h ടൈംസ് 1 + 2e² ആൻഡ് ഈ ബ്രാക്കറ്റിനകത്തുള്ള ടേം എന്തുവാ? 1 + e² + e⁻⁴ എക്സെട്ര 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 എന്ന് വെച്ചാൽ അതൊരു GP ആണ്. അതിന്റെ ഫസ്റ്റ് ടേം GP എന്ന് പറഞ്ഞാൽ ജോമെട്രിക് പ്രോഗ്രഷൻ. അതിന്റെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അതിന്റെ കോമൺ റേഷ്യോ e² ആണ്, റൈറ്റ്? ഓക്കെ, എങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ ഒരു GP ഉണ്ട്, അതൊരു ഇൻഫിനിറ്റ് GP ആണ്. ആൻഡ് ഇവിടെ നമ്മുടെ കോമൺ റേഷ്യോ e² എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് നമ്പർ ആണ്, 0ക്കും 1നും ഇടയ്ക്കാണ്. എങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു റിസൾട്ട് അറിയാം. എൻ്റെ ഇരിക്കുന്ന GPയുടെ കോമൺ റേഷ്യോ 0ക്കും 1നും ഇടയ്ക്കാണ്. ആൻഡ് അതൊരു ഇൻഫിനിറ്റ് GP ആണ്. അങ്ങനെയാണെങ്കിൽ ആ GPയുടെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ നമുക്ക് വേണമെങ്കിൽ എഴുതാം എൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ആൻഡ് എൻ്റെ കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ e² ആണ്. ആൻഡ് e² എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയ്ക്കാണ്, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ആ എൻറ്റയർ GPയുടെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? a/1 - r. ഇതാണ് ബേസിക്കലി റിസൾട്ട്. സോ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ a എന്ന് പറഞ്ഞാൽ 1 / 1 - r. r എന്ന് പറഞ്ഞാൽ e². ഓക്കെ, റൈറ്റ്? എങ്കിൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് ടോട്ടൽ ഡിസ്റ്റൻസ് d ഈക്വൽ ടു h ടൈംസ് 1 + റൈറ്റ്, ഞാനത് സിംപ്ലിഫൈ ചെയ്ത് എനിക്ക് 2e² / 1 - e² എന്നും പറഞ്ഞു കിട്ടും. ഓക്കെ, എനിക്കിത് ഇനിയും വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു h ടൈംസ് 1 - e² + 2e² / 1 - e². ഓക്കെ, റൈറ്റ്? എന്ന് വെച്ചാൽ h ടൈംസ് റൈറ്റ്. ഇവിടെ നോക്കിയ ഒരു കാര്യം മനസ്സിലാവും, ഇവിടെ ഒരു 2e² ഉണ്ട്, ഇവിടെ ഒരു -e² ഉണ്ട്. സോ രണ്ടും പോകുമ്പോൾ അത് ബാക്കി 1 + e² /
1 minus e square. So അതൊരു ഇൻട്രസ്റ്റിംഗ് റിസൾട്ട് ആണ്. സോ എനിക്ക് മനസ്സിലായി എൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h ടൈംസ് 1 plus e square ഡിവൈഡഡ് ബൈ 1 minus e square. ഓക്കെ, അപ്പോൾ അടുത്ത നമുക്ക് ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ടൈം ആണ്. നമുക്ക് നോക്കാം. റൈറ്റ്, ഞാൻ ഈ സാധനത്തിന് ഇവിടെ നിന്നിടുന്നു ആൻഡ് ഇത് ഇവിടെ എത്താൻ ഒരു പർട്ടിക്കുലർ ടൈം എടുക്കും ആൻഡ് ഇത് ബൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എത്താൻ ഒരു ടൈം എടുക്കും. അതേ ടൈം തന്നെയാണ് ഇവിടെ എത്താനും. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ മുമ്പ് കൈനമാറ്റിക്സിനകത്ത് പഠിച്ചിട്ടുണ്ട്. ഞാനൊരു സാധനത്തിന് ഇവിടെ നിറയുവാണെങ്കിൽ ഇത് മാക്സിമം ഹൈറ്റിൽ പോയി റെസ്റ്റിലായിട്ട് തിരിച്ച് അവിടെ തന്നെ എത്താൻ എടുക്കുന്ന ടൈം ഇവിടെ തൊട്ട് അതുവരെ പോകാൻ എടുക്കുന്ന അതേ ടൈം തന്നെയാണ്. എന്ന് വെച്ചാൽ ഇത് ഇവിടെ പോകാൻ ഒരു ടൈം എടുക്കും, അതേ ടൈം കൊണ്ട് ഇവിടെ എത്തും ആൻഡ് എഗെയിൻ അത് കുറച്ചും കൂടെ ചെറിയ സ്പീഡിൽ അത് മുകളിലോട്ട് പിന്നെയും മോഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ എത്താൻ ഒരു ടൈം എടുക്കും, പിന്നെ ഇവിടെ വരാൻ അതേ ടൈം തന്നെയാണ്, എക്സെട്ര എക്സെട്ര എക്സെട്ര. സോ ഈ ടൈം എല്ലാം കൂടെ ഞാൻ ആഡ് ചെയ്താൽ എനിക്ക് ടോട്ടൽ ടൈം കിട്ടും. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് ആദ്യം ഈ ഓരോ ഇൻഡിവിജ്വൽ ടൈം തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കാം, അതിനുശേഷം എല്ലാം കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ ടൈം കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. സപ്പോസ് ഇത് ഗ്രൗണ്ട് ആണ്. റൈറ്റ്, ഞാൻ ഈ ഗ്രൗണ്ടിൽ നിന്ന് ഒരു യു അല്ലെങ്കിൽ ഒരു വി വെലോസിറ്റി ഞാനൊരു സ്റ്റോൺ മുകളിലോട്ട് എറിയുന്നു. ഇത് മാക്സിമം ഹൈറ്റിലെത്താൻ എത്ര ടൈം എടുക്കും എന്നാണ് അറിയേണ്ടത്. സോ എനിക്കറിയാം എൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ v ആണ് ആൻഡ് എൻ്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. എനിക്ക് ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ v = u + at. സോ എനിക്ക് എഴുതാം എൻ്റെ ഫൈനൽ വെലോസിറ്റി 0, എൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി v മൈനസ് gt, ബിക്കോസ് റിട്ടാർഡേഷൻ ആണ് gt. അല്ലെങ്കിൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് അതിന് വേണ്ട ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v/g. എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായി, ഗ്രൗണ്ടിൽ നിന്ന് ഞാനൊരു v വെലോസിൽ ഒരു സ്റ്റോണിന്റെ മുകളിലോട്ട് എറിയുന്നു. ഈ സ്റ്റോൺ മാക്സിമം ഹൈറ്റിൽ എത്താൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v/g ആണ്. ഓക്കെ, എങ്കിൽ നമുക്ക് നമ്മുടെ ഈ കേസിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. റൈറ്റ്, ഫസ്റ്റ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാൻ ഈ ഗ്രൗണ്ടിൽ നിന്ന് ഒരു യു വെലോസിറ്റിയിൽ മുകളിലോട്ട് എറിഞ്ഞാൽ ഇത് ഏറ്റവും ടോപ്പിൽ എത്താൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ u/g ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് മുകളിൽ നിന്ന് ഗ്രൗണ്ടിൽ എത്താൻ എടുക്കുന്ന ടൈമും u/g എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഈ ട്രിപ്പിന് വേണ്ടി എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ u/g ആണ്. റൈറ്റ്, ആൻഡ് ഇവിടെ നിന്ന് മുകളിലോട്ട് പിന്നെ റീബൗൺസ് ചെയ്യുമ്പോൾ അതിന്റെ സ്പീഡ് എത്രയായി? eu ആയി. എങ്കിൽ അത് മാക്സിമം ഹൈറ്റിലെത്താൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ eu/g ആണ്. റൈറ്റ്, ആൻഡ് അത് 2 പ്രാവശ്യം ഉണ്ട്, ബിക്കോസ് ഇവിടെ എത്തുന്നു പിന്നെ തിരിച്ച് ഇവിടെയും വരുന്നു. വൺസ് ഇത് ഇവിടെ തിരിച്ച് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇനി അടുത്ത റീബൗൺസ് ചെയ്യുമ്പോൾ അതിന്റെ സ്പീഡ് e²u ആണ്. സോ അതിനെടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ e²u/g. റൈറ്റ്, സോ ഇതെല്ലാം ആഡ് ചെയ്താൽ മതി. സോ നമുക്ക് നോക്കാം. എനിക്ക് എന്തായാലും പറയാം. റൈറ്റ്, എൻ്റെ ആദ്യത്തെ ട്രിപ്പിന് എടുക്കുന്ന ടൈം, ഓക്കെ, ആ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ t = u/g. എൻ്റെ അടുത്ത ട്രിപ്പിന് എടുക്കുന്ന ടൈം t1 എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ eu ആണ്. സോ അതിനെടുക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ eu/g എന്ന് വെച്ചാൽ e ടൈംസ് u/g എന്ന് പറഞ്ഞാൽ t. സോ t. അടുത്ത ട്രിപ്പിന് എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ t2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് മുകളിലോട്ട് പോകുന്ന സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e²u ആണ്. സോ e²u/g എങ്കിൽ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു e² ടൈംസ് t. സോ നമുക്ക് പാറ്റേൺ മനസ്സിലായി. പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? t1 എന്ന് പറഞ്ഞാൽ et ആണ്, t2 എന്ന് പറഞ്ഞാൽ e²t ആണ്, സിമിലർലി t3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e³ എക്സെട്ര എക്സെട്ര എക്സെട്ര. സോ എനിക്ക് എഴുതാം ടോട്ടൽ ടൈം t ഈക്വൽ ടു എല്ലാ ടൈം കൂടെ ആഡ് ചെയ്യുക. എങ്കിൽ ഫസ്റ്റത്തെ ട്രിപ്പിന്റെ കേസിലാണെങ്കിൽ ഈ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ടി മാത്രമേ ഉള്ളൂ. പക്ഷെ രണ്ടാമത്തെ കേസിലാണെങ്കിൽ t1 2 പ്രാവശ്യം ഉണ്ട്, t2 2 പ്രാവശ്യം ഉണ്ട്, t3 2 പ്രാവശ്യം ഉണ്ട്, എക്സെട്ര. സോ എനിക്ക് എഴുതാം ഓക്കെ, റൈറ്റ്, t പ്ലസ് 2t1 പ്ലസ് 2t3 എക്സെട്ര. റൈറ്റ്, സോ ഞാനതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എനിക്ക് എഴുതാം. ഓക്കെ, t പ്ലസ് 2t1 എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഈ t പ്ലസ് 2t2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e²t. അടുത്താണെങ്കിലോ 2 e³ പ്ലസ് എക്സെട്ര. റൈറ്റ്, ഓക്കെ. അടുത്ത സ്റ്റെപ്പിന് എനിക്ക് എന്ത് ചെയ്യാം? വിച്ച് ഇസ് ഈക്വൽ ടു, റൈറ്റ്, എനിക്ക് എല്ലാത്തിൽ നിന്നും ടീന്റെ ടേം കോമൺ എടുക്കാം. റൈറ്റ്, സോ എനിക്ക് t പുറത്തെടുത്തു, ബാക്കി 1 പ്ലസ്, ഓക്കെ, അടുത്ത എനിക്ക് എല്ലാ ടേമിൽ നിന്നും ഒരു 2e ടേമും കോമൺ എടുക്കാം. സോ 2e പുറത്തു പോയി. 2e പുറത്തു പോയി കഴിഞ്ഞാൽ അടുത്ത ടേം എന്ന് പറഞ്ഞാൽ 1 ആണ്. അതിന്റെ അടുത്ത ടേം എന്ന് പറഞ്ഞാൽ e, അതിന്റെ അടുത്ത ടേം എന്ന് പറഞ്ഞാൽ റൈറ്റ് e², e³ എക്സെട്ര എക്സെട്ര. ഓക്കെ, റൈറ്റ്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. t ടൈംസ് 1 പ്ലസ് 2e ആൻഡ് ഇതൊരു gp ആണ്. എന്റെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 1 ആണ് ആൻഡ് എൻ്റെ കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ e ആണ്. ആൻഡ് നമുക്കറിയാം കോമൺ റേഷ്യോയുടെ വാല്യൂ 0ക്കും 1നും ഇടയ്ക്കായിരിക്കും എപ്പോഴും. എന്ന് വെച്ചാൽ ഒരു gp യുടെ കോമൺ റേഷ്യോയുടെ വാല്യൂ ഈ കേസിൽ
ഒരു പോയിന്റ് നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ അതൊരു ഇൻഫിനിറ്റ് ജി പി ആണെങ്കിൽ അതിന്റെ സം ഉണ്ട്. അതിന്റെ സമ്മിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? a/1 - r. എങ്കിൽ ഈ കേസിലാണെങ്കിൽ അതിന്റെ സം എന്ന് പറഞ്ഞാൽ a എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ e. ഓക്കെ, റൈറ്റ്. സോ എനിക്ക് എഴുതാം which is equal to t times 1 plus 2e divided by 1 minus e. ഇതൊന്ന് സ്ലൈറ്റ്ലി സിംപ്ലിഫൈ ചെയ്ത് എനിക്ക് എന്തോ എഴുതാം? ഈ ടേം ഒക്കെ അപ്പുറത്ത് പോകുമ്പോൾ 1 minus e plus 2e divided by 1 minus e. റൈറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ടോട്ടൽ ടൈം is equal to t times, റൈറ്റ്, 1 plus e divided by 1 minus e. റൈറ്റ്. സോ അപ്പൊ ഇതാണ് ആക്ച്വലി ഇത് ഫുൾ ബൗൺസ് ചെയ്ത് നിൽക്കാൻ വേണ്ടി എടുക്കുന്ന ടോട്ടൽ ടൈം. റൈറ്റ്. ആൻഡ് ആക്ച്വലി നമ്മുടെ ഈ ടി എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ എത്താൻ എടുക്കുന്ന ടൈമാണ്. എനിക്ക് അതിനെ വേണമെങ്കിൽ എനിക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം which is equal to u by g times 1 plus e divided by 1 minus e. u ആക്ച്വലി നമ്മുടെ പ്രോബ്ലത്തിനകത്ത് തന്നിട്ടില്ല. സോ നമുക്ക് യുവിനെ വേണമെങ്കിൽ ഇനിഷ്യലി ഉള്ള ഹൈറ്റിന്റെ ടേമിൽ എഴുതാം. ഓക്കെ, നമ്മുടെ ഓൾറെഡി എക്സ്പ്രഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. റൈറ്റ്. അതായത് ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്തുകൊണ്ട്. ഓക്കെ, അതായത് എനിക്ക് ഇതിനകത്ത് എഴുതാം. ഓക്കെ, ഇതിനകത്ത് എനിക്ക് എഴുതാം v equal to 2gh with a root. ഓക്കെ, റൈറ്റ്. എങ്കിൽ ഞാൻ നമ്മുടെ ഈ കേസിൽ വി അല്ല, അത് യു ആണ്. ബിക്കോസ് എൻ്റെ ഫസ്റ്റത്തെ മോഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ആ യു എടുത്ത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് എഴുതാൻ പറ്റും ദാറ്റ് ഇംപ്ലൈസ് യു എന്ന് പറഞ്ഞാൽ √2gh ഡിവൈഡഡ് ബൈ ജി ടൈംസ് ആ സെയിം ഒബ്ജക്റ്റ്. ഇവിടെ ഒരു കാര്യം നോക്കുക, ജിയും കട്ട് ചെയ്ത് പോകും. സോ ഡിനോമിനേറ്ററിൽ √g വരും. എന്ന് വെച്ചാൽ എനിക്ക് ഓവറോൾ എങ്ങനെ എഴുതാം? √2h by g ടൈംസ് 1 plus e divided by 1 minus e. സോ ഇതാണ് ഇത് ഫുൾ റീബൗണ്ട് ചെയ്യാൻ എടുക്കുന്ന ടൈം. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് ഇതൊരു ഫ്ലാറ്റ് സർഫസ് ആണ്. ഞാനൊരു പ്രൊജക്ട് ചെയ്യുന്ന ഞാനൊരു θ ഡിഗ്രി ആംഗിൾ എറിയുന്നു വിത്ത് ആൻ ഇനിഷ്യൽ വെലോസിറ്റി u. അപ്പൊ നമുക്ക് എന്തായാലും അറിയാം ഇതിങ്ങനെ പോകും. ഇത് ബൗൺസ് ചെയ്യും. ഓരോ പ്രാവശ്യം ബൗൺസ് ചെയ്യുമ്പോഴും ഇതിന്റെ വെർട്ടിക്കൽ വെലോസിറ്റി ചെറുതായി വരും. എന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും അറിയാം ഇതിന്റെ ബൗൺസിങ് ഇങ്ങനെ ഫേഡ് ഔട്ട് ആയി പോകും. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഇത് ഫൈനലി റെസ്റ്റിലാവുമോ? നമുക്ക് ചിലപ്പോൾ തോന്നും ഇതിങ്ങനെ ബൗൺസ് ചെയ്ത് ഫൈനലി ഇത് റെസ്റ്റിലാവുമെന്ന്. ആക്ച്വലി ഇത് ഫൈനലി റെസ്റ്റിലാവില്ല. കാരണം എന്തുകൊണ്ടാണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷന് വെർട്ടിക്കൽ വെലോസിറ്റിയെ മാത്രമേ ഇല്ലാതാക്കാൻ പറ്റത്തുള്ളൂ. അതിനെ മാത്രമേ കുറച്ച് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഹൊറിസോണ്ടൽ വെലോസിറ്റിയുടെ പുറത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ഇതൊരു പെർഫെക്റ്റ്ലി സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസ് ആണെങ്കിൽ ഏറ്റവും അവസാനം നമുക്കറിയാം ഓരോ ഇൻസ്റ്റന്റിലും ഇതിന്റെ വെർട്ടിക്കൽ വെലോസിറ്റി കുറഞ്ഞു വരും. ബിക്കോസ് അതിന്റെ കൂടെ ഒരു ഇ ഫാക്ടർ എക്സ്ട്രാ വരും. പക്ഷെ ഹൊറിസോണ്ടൽ വെലോസിറ്റിക്ക് ഒരു വ്യത്യാസം വരത്തില്ല. എന്ന് വെച്ചാൽ ഒരുപാട് ടൈമിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ വെർട്ടിക്കൽ വെലോസിറ്റി ടെൻസ് ടു 0 ആവും. റൈറ്റ്. പക്ഷെ എന്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റിക്ക് ഒരു വ്യത്യാസം വരില്ല. എന്ന് വെച്ചാൽ ഏറ്റവും അവസാനം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന മോഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിങ്ങനെ വരും, ബൗൺസ് ചെയ്ത് ഇത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ഇങ്ങോട്ട് പോകും. അതായിരിക്കും അവസാനം നമ്മൾ കാണാൻ പോകുന്ന പിക്ചർ. ഓക്കെ, ഐഡിയലി അതാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇൻ റിയൽ ലൈഫിൽ അങ്ങനെയല്ല. ബിക്കോസ് ഇവിടെ ഫ്രിക്ഷൻ ഉണ്ട്. ഫ്രിക്ഷൻ എപ്പോഴും ഹൊറിസോണ്ടൽ വെലോസിറ്റിനെ അഫക്ട് ചെയ്യും. സോ ഇത് ഫൈനലി ഇത് റെസ്റ്റിലാവും. പക്ഷേ ഈ കേസിൽ നമ്മുടെ സർഫസ് പെർഫെക്റ്റ്ലി ഐഡിയൽ ആണ്. അതുകൊണ്ട് ഇത് ഫൈനലി ഇതൊരിക്കലും റെസ്റ്റിലാവത്തില്ല. ഇതൊരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഇനിഷ്യലി ഉള്ള ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്രയാണോ അതേ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് ആദ്യം ഈ പ്രോബ്ലത്തിന്റെ ഡീറ്റെയിൽസ് ആദ്യം നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. എനിക്കിവിടെ ബേസിക്കലി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എത്ര ടൈം എടുക്കും ഈ കംപ്ലീറ്റ് കൊളീഷന്. ആഫ്റ്റർ ദാറ്റ് ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇത് മാക്സിമം എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്യും. മാക്സിമം ആക്ച്വലി മൂവ് ചെയ്യാൻ പോകുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ്. പക്ഷെ എനിക്ക് അതല്ല അറിയേണ്ടത്. നമുക്കറിയാം ഇത് ഫൈനലി ഇതിന്റെ വെർട്ടിക്കൽ മോഷൻ കംപ്ലീറ്റ്ലി ഓഫ് ആകുമ്പോൾ, റൈറ്റ്, അതിനൊരു ടൈം ഉണ്ടാവുമല്ലോ. ആ ടൈം കൊണ്ട് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. എനിക്ക് ഇതൊക്കെ ബേസിക്കലി അറിയേണ്ടത്. സോ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. റൈറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് പറയാം, ഓക്കെ, ഇതിനൊരു ഇനീഷ്യൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ട്. ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ u cos θ, വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ u sin θ. ഇവിടെ എന്തായാലും അറിയാം, ഇവിടെ ഒരു മോഷനിലും, അതായത് ഇവിടെ ഏത് കൊളീഷന്റെ സെക്ഷൻ ഞാൻ എടുത്താലും അവിടെ ഒരിടത്തും u cos θ വേരി ചെയ്യില്ല. അത് കോൺസ്റ്റന്റ് ആയിട്ട് ഞാൻ പോകും. റൈറ്റ്. വെർട്ടിക്കൽ കേസ് ആണെങ്കിലോ നമുക്കറിയാം ഇത് ആദ്യത്തെ പ്രാവശ്യം ഇത് മുകളിലോട്ട് പോകുമ്പോൾ ഇതിന്റെ വെർട്ടിക്കൽ വെലോസിറ്റി സ്റ്റാർട്ടിങ് u sin θ ആണ്. ആൻഡ് ഇത് മൂവ് ചെയ്ത് ഇവിടെ എത്തുമ്പോഴും അതിന്റെ വെർട്ടിക്കൽ വെലോസിറ്റി എത്രയായിരിക്കും? u sin θ ആയിരിക്കും. ബിക്കോസ് നമ്മൾ ഓൾറെഡി പ്രൊജക്ടൈൽ മോഷൻ അതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് ഇവിടെ നിന്ന് റീബൗൺസ് ചെയ്യുമ്പോൾ ഇതിന് ഇങ്ങോട്ടൊരു വെലോസിറ്റി ഉണ്ടാവും. ആ വെലോസിറ്റിക്ക് ഈ ഡയറക്ഷനിൽ ഒരു കമ്പോണന്റ് ഉണ്ടാവും. ആ കമ്പോണന്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ. നമുക്കറിയാം ഇത് ഇവിടെ ഒന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? u
സൈൻ തീറ്റയാണ്. നമ്മുടെ സർഫസ് എന്താ ചെയ്യുന്നത്? അതിന്റെ വെർട്ടിക്കൽ വെലോസിറ്റിയുടെ കൂടെ ഒരു ഇ ഫാക്ടർ അറ്റാച്ച് ചെയ്യും. എന്ന് വെച്ചാൽ ഇത് ഇനി മുകളിലോട്ട് പോകുമ്പോൾ ഇതിന്റെ വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് ഈ ഇനിഷ്യൽ വെലോസിറ്റിയുടെ വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി ഇ ടൈംസ് യു സൈൻ തീറ്റ ആയിരിക്കും. റൈറ്റ്? ആൻഡ് ഈ സാധനം നേരെ ഇവിടെ വരും, ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യും. ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോഴും അതിന്റെ ഡൗൺവേർഡ് വെലോസിറ്റി, ഡൗൺവേർഡ് വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് റൈറ്റ് ഇ യു സൈൻ തീറ്റയാണ്. റൈറ്റ്? ആൻഡ് ഇത് ഇവിടെ എത്തുന്നു, ആൻഡ് ഇത് ബൗൺസ് ചെയ്ത് ഇതിന്റെ മോഷൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇങ്ങനെ മോഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനൊരു വെർട്ടിക്കൽ വെലോസിറ്റി ഉണ്ടാവും. ആ വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ സെയിം സ്റ്റോറി. ബിക്കോസ് സർഫസ് ചെയ്യുന്നത് വെർട്ടിക്കൽ വെലോസിറ്റിയുടെ കൂടെ ഈ ഫാക്ടർ മൾട്ടിപ്ലൈ എന്ന് വെച്ചാൽ ഇത് ഇ സ്ക്വയർ യു സൈൻ തീറ്റ എക്സെട്ര. ഈ പ്രോസസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. സോ എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. എൻ്റെ ഫസ്റ്റത്തെ ആ പ്രൊജക്ടൈൽ മോഷനിലെ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, രണ്ടാമത്തെ പ്രൊജക്ടൈൽ മോഷനിലെ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, മൂന്നാമത്തത്. ഈ ടൈം പീരീഡ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ എനിക്ക് ടോട്ടൽ ടൈം പീരീഡ് കിട്ടും. എനിക്ക് ഞാൻ ഈ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ ടൈം പീരീഡ് ആണ്. ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമുക്ക് ആദ്യം അറിയാം, ഈ ഒരു പാർട്ടിന്റെ ടൈം പീരീഡ് ഞാൻ സപ്പോസ് T1 എന്ന് എടുക്കുന്നു, ഇതിൻ്റെത് T2, ഇതിൻ്റെത് T3, ഇതിന്റെ T4 എക്സെട്ര. എങ്കിൽ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. സോ ഞാൻ ആദ്യം ഓരോന്നിൻ്റെയും ടൈം പീരീഡ് എഴുതുന്നു, അവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ നോക്കുന്നു. നമുക്ക് എന്തായാലും അറിയാം ടൈം പീരീഡിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് വെർട്ടിക്കൽ വെലോസിറ്റി, അതായത് വെർട്ടിക്കൽ വെലോസിറ്റിയുടെ കമ്പോണന്റ്, അതായത് യു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. അടുത്ത കേസിലെ ടൈം പീരീഡ് അതായത് T2, റൈറ്റ്? ഇതിന് ഞാൻ T1 എന്ന് എഴുതാം, ഈക്വൽ ടു 2 രണ്ടാമത്തെ കേസിലെ വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ യു സൈൻ തീറ്റയാണ്. സോ അത് ഇ യു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഇനി ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഈ കിടക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇ ടൈംസ് T1 ആണ്. ബിക്കോസ് ഈ 2u സൈൻ തീറ്റ ബൈ ജി എന്ന് പറഞ്ഞാൽ T1 ആണ്. റൈറ്റ്? ഓക്കെ. എങ്കിൽ അടുത്തത് എനിക്ക് എഴുതാം T3. T3 ഈസ് ഈക്വൽ ടു 2 വെർട്ടിക്കൽ വെലോസിറ്റി. വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എനിക്കറിയാം അടുത്ത സിനാരിയോയിൽ, അടുത്ത കേസിൽ നമ്മൾ വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇ സ്ക്വയർ ആണ്. സോ ഇ സ്ക്വയർ യു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഇനി നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഈ സാധനം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇ സ്ക്വയർ T1 ആണ്. ഓക്കെ. സോ നമുക്കൊരു റിലേഷൻഷിപ്പ് മനസ്സിലായി. അതായത് ഓക്കെ, T1 ഈസ് ടു T2 ഈസ് ടു T3, റൈറ്റ്? അതായത് ഇതിന്റെയൊക്കെ റേഷ്യോ, ഇതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ്? 1 ഈസ് ടു ഇ ഈസ് ടു ഇ സ്ക്വയർ ഈസ് ടു എക്സെട്ര, റൈറ്റ്? ഓക്കെ. ആൻഡ് എനിക്ക് ടോട്ടൽ ടൈം പീരീഡ് വേണമെങ്കിൽ എല്ലാം കൂടെ ആഡ് ചെയ്യുക, റൈറ്റ്? എങ്കിൽ അടുത്ത് എനിക്ക് അറിയേണ്ട ഹൊറിസോണ്ടൽ റേഞ്ച്. ഫസ്റ്റത്തെ സിറ്റുവേഷനിലെ ഹൊറിസോണ്ടൽ റേഞ്ച് അതായത് R1 നമുക്ക് എന്തായാലും അറിയാം. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം പീരീഡ്. ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും യു കോസ് തീറ്റയാണ്. സോ യു കോസ് തീറ്റ ടൈംസ് T1. R2 എന്ന് പറഞ്ഞാൽ എഗെയിൻ എൻ്റെ രണ്ടാമത്തെ മോഷനിലും ഹൊറിസോണ്ടൽ വെലോസിറ്റി സെയിം തന്നെയാണ്, റൈറ്റ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ യു കോസ് തീറ്റ ടൈംസ് T2, റൈറ്റ്? ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ ടൈംസ് ഇ ടൈംസ് T1. സോ ഇ ടൈംസ് T1, റൈറ്റ്? അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു ഇ യു കോസ് തീറ്റ T1 എന്ന് പറഞ്ഞാൽ R1. സോ R1. അടുത്തത് R3 ഈസ് ഈക്വൽ ടു യു കോസ് തീറ്റ ടൈംസ് T3 എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇ സ്ക്വയർ T1. ഇനി നോക്കിയാൽ മനസ്സിലാവും ഇതിനകത്തുള്ള യു കോസ് തീറ്റ ടൈംസ് T1 അതാണ് ബേസിക്കലി R1. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു ഇ സ്ക്വയർ R1. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം R1 ഈസ് ടു R2 ഈസ് ടു R3 എക്സെട്ര. ഈ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ബേസിക്കലി എന്ത് തന്നെയാണ്? ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇതിന്റെ കൂടെ ഈ മൾട്ടിപ്ലൈ ചെയ്തായത് ആൻഡ് ഇതിന്റെ കൂടെ ഈ സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്തായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷ്യോ എക്സാക്ട്ലി നമ്മുടെ ടൈം പീരീഡിന്റെ റേഷ്യോ, അതായത് 1 ഈസ് ടു ഇ സ്ക്വയർ എക്സെട്ര, റൈറ്റ്? ആൻഡ് ഇവിടെ ഒരു കാര്യം ആലോചിക്കുക, എനിക്ക് ടോട്ടൽ ടൈം പീരീഡ് കിട്ടാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ എല്ലാ ടൈം കൂടെ ആഡ് ചെയ്താൽ മതി. സപ്പോസ് ഞാൻ എല്ലാ ടൈം പീരീഡും കൂടെ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചോ, അതിന് വളരെ സിമ്പിൾ ആണ്. ബിക്കോസ് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന GP ആണ്, മുമ്പത്തെ സെയിം കാൽക്കുലേഷനാണ്. ഞാൻ ആ രീതിക്ക് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, കാരണം ഞാൻ മുമ്പ് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ റിസൾട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോവുകയാണ്. അതാണ് എൻ്റെ സ്ട്രാറ്റജി. ഓക്കെ, റൈറ്റ്? എന്തായാലും ഞാനിവിടെ ടോട്ടൽ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാം. നമുക്ക് നോക്കാം ടോട്ടൽ റേഞ്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം ടോട്ടൽ റേഞ്ച് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 എക്സെട്ര, റൈറ്റ്? ഓക്കെ. എങ്കിൽ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ ടൈംസ് T1 പ്ലസ് യു കോസ് തീറ്റ ടൈംസ് T2 പ്ലസ് യു കോസ് തീറ്റ ടൈംസ് T3 എക്സെട്ര. എനിക്ക് എല്ലാത്തിനെയും യു കോസ് തീറ്റ കോമൺ എടുക്കാം. എങ്കിൽ എനിക്ക് എഴുതാം യു കോസ് തീറ്റ
ടൈംസ് T1 പ്ലസ് T2 പ്ലസ് T3 എക്സെട്ര, റൈറ്റ്. അല്ലെങ്കിൽ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു u cos theta ടൈംസ് ടോട്ടൽ ടൈം. ഓക്കെ, ടോട്ടൽ ടൈം ഞാൻ പറഞ്ഞു നമുക്കത് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. ഓക്കെ, സോ ഇങ്ങനെ എനിക്ക് അത് കംപ്ലീറ്റ് ബൗൺസിങ് കഴിയുമ്പോൾ അത് എത്ര ഹൊറിസോണ്ടൽ റേഞ്ച് ട്രാവൽ ചെയ്യുന്ന എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ആക്ച്വലി ആ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഐഡിയ എന്ന് പറഞ്ഞാൽ ഇതാ, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. സപ്പോസ് ഞാൻ ഈ പ്രോബ്ലത്തിനെ ഞാൻ ഈ പോയിന്റിൽ നിന്നാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇവിടെ തൊട്ട് ഇതുവരെ വരാനെടുത്ത ടൈം ഞാൻ ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, നമുക്ക് അതിനെപ്പറ്റി തിങ്ക് ചെയ്യാം കുറച്ചും കൂടെ കഴിഞ്ഞിട്ട്. സപ്പോസ് ഈ പ്രോബ്ലത്തിന് ഞാൻ ഇവിടെ തൊട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്കിൽ ഇവിടെ തൊട്ടാണെങ്കിൽ ഈ പ്രോബ്ലം എങ്ങനെ ഇരിക്കുന്നത്? ഇനിഷ്യലി അതിന്റെ വെർട്ടിക്കൽ ഡയറക്ഷൻ അതിന്റെ നോ വെലോസിറ്റി, ഹൊറിസോണ്ടൽ ഡയറക്ഷൻ അതിന്റെ വെലോസിറ്റി എത്ര? u cos theta. ആൻഡ് ഈ ബോൾ എങ്ങനെയാ പോകാൻ പോകുന്നത്? റൈറ്റ്. ഓക്കെ, ആൻഡ് ഇനി ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചു കേൾക്കുക. ഈ മോഷന്റെ വെർട്ടിക്കൽ കേസ് മാത്രം നോക്കുക. വെർട്ടിക്കൽ കേസ് മാത്രം. വെർട്ടിക്കൽ ഡയറക്ഷൻ ഇനീഷ്യൽ വെലോസിറ്റി 0 ആൻഡ് ഈ സാധനം വെർട്ടിക്കൽ ഡയറക്ഷനിൽ താഴോട്ട് വരുന്നുണ്ട്, ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്തു, റീബൗൺസ് ചെയ്തപ്പോൾ അതിന്റെ വെർട്ടിക്കൽ വെലോസിറ്റിയുടെ കൂടെ ഒരു ഈ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യപ്പെട്ടു, അത് പിന്നെയും മുകളിലോട്ട് മൂവ് ചെയ്യുന്നു, അത് മാക്സിമം ഹൈറ്റിലെത്തി, എഗെയിൻ അത് താഴോട്ട് വരുന്നു, താഴോട്ട് വരുന്ന സമയത്ത് എഗെയിൻ ബൗൺസ് ചെയ്തതിനു ശേഷം അത് മുകളിൽ പോകുമ്പോൾ എഗെയിൻ അതിന്റെ വെലോസിറ്റിയുടെ ഈ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്തു, ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വെർട്ടിക്കൽ ഡയറക്ഷനിലെ മോഷൻ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത പ്രോബ്ലം ആണ്. അതായത് ഈ പ്രോബ്ലം ആണ്. ഇനീഷ്യലി ഹൊറിസോണ്ടൽ വെലോസിറ്റി ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്തു, ഈ സാധനം താഴോട്ട് വന്നു, ബൗൺസ് ചെയ്തു, മുകളിലോട്ട് പോകുന്നു. ഓരോ പ്രാവശ്യം ബൗൺസ് ചെയ്യുമ്പോൾ അതിനോട് ഈ ഫാക്ടർ മൾട്ടിപ്ലൈ പെടുന്നു. എന്ന് വെച്ചാൽ ഈ പ്രോബ്ലം തന്നെയാണ് ആക്ച്വലി നമ്മുടെ ആക്ച്വൽ പ്രോബ്ലത്തിന്റെ വെർട്ടിക്കൽ കേസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പ്രോബ്ലത്തിന്റെ കേസിൽ നമ്മൾ ഓൾറെഡി ടൈം പീരീഡിന്റെ ഒരു എക്സ്പ്രഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, ടൈം പീരീഡ് അല്ല ടോട്ടൽ ടൈം. ഇതാണ് ഇക്വേഷൻ. സോ എനിക്ക് ആ ഇക്വേഷൻ യൂസ് ചെയ്യാം. സോ എനിക്ക് എന്തായാലും പറയാം ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2h ഡിവൈഡഡ് ബൈ g. സോ എനിക്ക് പറയാം ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ടൈം പീരീഡ് അല്ല ടോട്ടൽ ടൈം ഈക്വൽ ടു 2h ഡിവൈഡഡ് ബൈ g വിത്ത് എ റൂട്ട് ഇൻറ്റു 1 പ്ലസ് e ഡിവൈഡഡ് ബൈ 1 മൈനസ് e. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ആൻഡ് എന്താണ് h? h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇനിഷ്യലി നിൽക്കുന്ന ഹൈറ്റ്, അതായത് ഈ ഹൈറ്റ്. ഓക്കെ, ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ പ്രൊജക്ടൈൽ മോഷന്റെ കേസിലുള്ള മാക്സിമം ഹൈറ്റ് ആണ്. ആൻഡ് മാക്സിമം ഹൈറ്റിന് നമുക്ക് ഓൾറെഡി ഒരു എക്സ്പ്രഷൻ അറിയാം. എനിക്ക് ഓൾറെഡി അറിയാം മാക്സിമം ഹൈറ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ h is equal to u square sin square theta divided by 2g. ഇതാണ് മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ. എനിക്കിത് ഇവിടെ ഞാൻ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ ഇവിടെ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്യണം, റൈറ്റ്, ആൻഡ് ഒരു g കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 2 പോവും, g കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ g സ്ക്വയർ ആവും, റൈറ്റ്. ആൻഡ് എനിക്ക് റൂട്ട് വേണം. റൂട്ട് എടുക്കുന്ന സമയത്ത് ഇത് u sin theta by g. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എനിക്ക് എഴുതാൻ പറ്റും വിച്ച് ഇസ് ഈക്വൽ ടു u sin theta by g ടൈംസ് 1 plus e ഡിവൈഡഡ് ബൈ 1 മൈനസ് e. ഇപ്പൊ ഒരു കാര്യം ആലോചിക്കുക. ഇപ്പൊ എനിക്ക് കിട്ടിയ ടൈം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം അല്ല, എനിക്ക് ദേ ഇവിടം തൊട്ട് ഇത് ഫൈനലി കംപ്ലീറ്റ് അതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഫെയ്ഡ് ഔട്ട് ആവുന്നത് വരെയുള്ള ടൈമാണ് ഇപ്പൊ കിട്ടിയത്. പക്ഷെ ആക്ച്വൽ ടൈം എന്ന് പറഞ്ഞാൽ ഇതും കൂടെ ഉണ്ട്. സോ എനിക്ക് ഈ ടൈം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സിമ്പിൾ, ബിക്കോസ് ഈ ടൈം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഹാഫ് ആണ്. സോ അതും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. സോ എനിക്ക് എന്തായാലും അറിയാം ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു? അതിന്റെ എക്സ്പ്രഷൻ 2u sin theta by g ആയിരുന്നു. അതിന്റെ ഹാഫ് എന്ന് വെച്ചാൽ 2ന്റെ ഫാക്ടർ വേണ്ട. ഇപ്പൊ നമ്മളൊരു കാര്യം കണ്ടു, ദേ ഈ ടേമും ബേസിക്കലി സെയിം ആണ്. സോ ആ ടേം കോമൺ എടുക്കാം. എനിക്ക് എഴുതാൻ ടോട്ടൽ ടൈം ഈക്വൽ ടു 2u sin theta by g into 1 plus e divided by 1 minus e plus 1. അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്നെ സ്ലൈറ്റ്ലി സിംപ്ലിഫൈ ചെയ്ത് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു u sin theta by g into 1 plus e plus 1 minus e divided by 1 minus e എന്ന് വെച്ചാൽ വിച്ച് ഇസ് ഈക്വൽ ടു u sin theta ഡിവൈഡഡ് ബൈ g. ഇതും കട്ട് ചെയ്ത് പോവും. അതിന്റെ ഒരു 2ന്റെ ഫാക്ടർ ഉണ്ട്. സോ ഇവിടെ ഒരു 2ന്റെ ഫാക്ടർ വരും ടൈംസ് 1 മൈനസ് e. അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാം ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ, റൈറ്റ്, ഈ 2u sin theta by g എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യലി ഉണ്ടായിരുന്ന ആ പാർട്ടിന്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. സോ അത് t1 എങ്കിൽ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു t1 ഡിവൈഡഡ് ബൈ 1 മൈനസ് e. സോ നമുക്ക് ടോട്ടൽ ടൈം എത്രയാണ് കിട്ടി, റൈറ്റ്. എങ്കിൽ നമ്മുടെ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ അതായത് ടോട്ടൽ, അതായത് കംപ്ലീറ്റ് വെർട്ടിക്കൽ വെലോസിറ്റി ഫെയ്ഡ് ഔട്ട് ആവുന്ന സമയം കൊണ്ട് അത് ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം ആ ടോട്ടൽ ഡിസ്റ്റൻസ് d ഈക്വൽ ടു
ഹൊറിസോണ്ടൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യില്ല. സോ അത് u cos theta ടൈംസ് t. ഓക്കെ, എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു u cos theta ടൈംസ് t എന്ന് പറഞ്ഞാൽ t1 ഡിവൈഡഡ് ബൈ 1 മൈനസ് c. സോ ഇതാണ് നമ്മുടെ റിസൾട്ട്. ഓക്കെ, എങ്കിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്ന വീഡിയോയ്ക്കകത്ത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലത്തിന്റെ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ഉള്ള വെർഷൻ. ആ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. എൻ്റെ ഒരു പേഴ്സൺ ഉണ്ട്. ഈ പേഴ്സൺ ഒരു സ്റ്റോൺ അല്ലെങ്കിൽ ഒരു ബോൾ എറിയുന്നുണ്ട്. ആൻഡ് ഇതൊരു വോളാണ്. ആ കേസിൽ ഈ വോൾ എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയൽ വോളാണ്. അതായത് ഈ സാധനം ഇവിടെ ഹിറ്റ് ചെയ്താൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു സർഫസ് ഐഡിയൽ സർഫസ് ആണെങ്കിൽ അതിൽ ഹിറ്റ് ചെയ്യുന്ന ആംഗിൾ എത്രയാണോ അത്രയും ആംഗിളിലായിരിക്കും ആ സാധനം റീബൗണ്ട് ചെയ്യുന്നത്. ആ കേസിൽ നമ്മുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ബൗൺസ് ചെയ്യും, എന്നിട്ട് തിരിച്ച് ഇവിടെ എത്തുമായിരിക്കും. എന്നിട്ട് ഈ സാധനം തിരിച്ചതായി ഇവിടെ എത്ര ഡിസ്റ്റൻസ് എത്തും, എത്ര ഡിസ്റ്റൻസ് ആ സാധനം കവർ ചെയ്യും, അങ്ങനത്തെ പ്രോബ്ലം ആയിരുന്നു. എന്തായാലും ആ കേസിൽ നമ്മുടെ വോൾ എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയൽ വോൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സാധനം ഇവിടെ ഹിറ്റ് ചെയ്യുന്ന ആംഗിൾ എത്രയാണോ അതേ ആംഗിളിൽ തന്നെ ഈ സാധനം റീബൗൺസ് ചെയ്ത് പോകും എന്ന് നമുക്ക് കൺസിഡർ ചെയ്യായിരുന്നു. ഇവിടെ നമ്മുടെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വോൾ ഐഡിയൽ വോൾ അല്ല. ഓക്കെ, നമ്മുടെ വോളിന് ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. സോ എങ്കിൽ നമുക്ക് അറിയേണ്ടത് ഈ കേസിന് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ നമുക്ക് ആദ്യം ഈ പ്രോബ്ലത്തിനെ പറ്റി നമുക്കൊന്ന് ആലോചിക്കാം. എന്നിട്ട് കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് ആലോചിക്കാം. ഓക്കെ റൈറ്റ്, ഈ പേഴ്സൺ ബോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എറിയും. സോ എന്തായാലും ഈ ബോൾ ഒരു പർട്ടിക്കുലർ പാത്തിൽ കൂടെ ആയിരിക്കും മൂവ് ചെയ്യാൻ പോകുന്നത്. സപ്പോസ് ഇതാണ് ആ ബോൾ പർട്ടിക്കുലർ മൂവ് ചെയ്യുന്ന പാത്ത്. ആൻഡ് ഇത് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ നമ്മുടെ ബോളിൽ വന്ന് ഹിറ്റ് ചെയ്യും. സപ്പോസ് ഈ ആംഗിളാണ് തീറ്റ. നമുക്ക് എന്തായാലും അറിയാം ഇതൊരു ഐഡിയൽ കൊളീഷൻ ആണെങ്കിൽ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇത് റീബൗണ്ട് ചെയ്യുന്ന ആംഗിൾ എക്സാക്ട്ലി തീറ്റ തന്നെ ആയിരിക്കും. പക്ഷെ നമുക്കറിയാം ഇതൊരു ഐഡിയൽ വോൾ അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഇത് റീബൗണ്ട് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് ഹിറ്റ് ചെയ്യുന്ന ആംഗിളിനെക്കാളും കുറച്ചും കൂടെ ബിഗ്ഗർ ആംഗിളിലായിരിക്കും. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ്? ബിക്കോസ് ആഫ്റ്റർ കൊളീഷൻ അതിന്റെ ഈ ഡയറക്ഷനിലെ വെലോസിറ്റി കുറയും ആൻഡ് ഈ ഡയറക്ഷനിലെ വെലോസിറ്റി സെയിം തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ റിസൾട്ടന്റ് വെലോസിറ്റി ഈ ഡയറക്ഷനോട് ചേർന്നായിരിക്കും. എന്ന് വെച്ചാൽ ഈ ആംഗിൾ കുറച്ച് ബിഗ്ഗർ ആവത്തേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും മനസ്സിലായി ആഫ്റ്റർ ദ കൊളീഷൻ ഇത് ഏതാണ്ട് ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും ഇത് റീബൗണ്ട് ചെയ്യുന്നത്. ഓക്കെ റൈറ്റ്, എങ്കിൽ ഇനി അടുത്ത ക്വസ്റ്റ്യൻസ്. ഈ ബോൾ തിരിച്ച് ഇയാളുടെ കയ്യിൽ തന്നെ വരുമോ? അതാണ് അടുത്ത് അറിയേണ്ടത്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഈ ബോളിന്റെ ഹിറ്റ് ചെയ്തതിന് ശേഷമുള്ള ട്രജക്ടറീസ് എങ്ങനെയായിരിക്കും എന്ന്. സപ്പോസ് എന്റെ കോഎഫിഷ്യന്റ് റെസ്റ്റിറ്റ്യൂഷൻ എക്സാക്ട്ലി 1 ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ അത് ഐഡിയൽ കൊളീഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എക്സാക്ട്ലി നമുക്കറിയാം ഇത് തീറ്റ ഡിഗ്രി തന്നെ ആയിരിക്കും ഈ സാധനം റീബൗണ്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനൊരു പർട്ടിക്കുലർ പാത്ത് ഉണ്ടാവും. ഞാൻ പാത്ത് എക്സാക്ട്ലി വരയ്ക്കുന്നില്ല. എന്റെ കോഎഫിഷ്യന്റ് റെസ്റ്റിറ്റ്യൂഷൻ 1-നേക്കാളും ചെറുതാണെന്ന് വെച്ചോ. 1-നേക്കാളും ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കുറച്ചും കൂടെ ബിഗ്ഗർ ആംഗിൾ ആയിരിക്കും. ഇനിയും ചെറുതാണെന്നുണ്ടെങ്കിൽ 0യുടെ അടുത്തടുത്ത നമ്പേഴ്സ് ആണെങ്കിൽ ഈ ആംഗിൾ കുറച്ചും കൂടെ ബിഗ്ഗർ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കോഎഫിഷ്യന്റ് റെസ്റ്റിറ്റ്യൂഷൻ 1-ൽ നിന്ന് ചെറുതായി വരും തോറും ഈ ആംഗിൾ സപ്പോസ് ഇതാണെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ ബിഗ്ഗർ ആംഗിൾ ആയിരിക്കും ഈ സാധനം റീബൗണ്ട് ചെയ്യുന്നത്. അതായത് ഈ സ്ട്രക്ചർ അല്ലെങ്കിൽ ഈ സ്ട്രക്ചർ അല്ലെങ്കിൽ ഈ സ്ട്രക്ചർ ഇങ്ങനെ ആയിരിക്കും. അതായത് നമുക്ക് മനസ്സിലായി ഞാൻ എന്റെ കോഎഫിഷ്യന്റ് റെസ്റ്റിറ്റ്യൂഷൻ മാറ്റുന്നതിനനുസരിച്ച് നോർമലി ഇത് ഇങ്ങനെ പോവേണ്ട ബോള് ഇങ്ങനെ ആവാം, ഇങ്ങനെ ആവാം, ഇങ്ങനെ ആവാം. റൈറ്റ്, സോ ഈ ആംഗിൾ വേരി ചെയ്യുവാണ്. അപ്പൊ എന്തായാലും നമുക്ക് മനസ്സിലായി ഈ ബോൾ ഇൻ ജനറൽ ആ പേഴ്സന്റെ കയ്യിൽ എത്തണമെന്നില്ല. റൈറ്റ്, ഓക്കെ, ബിക്കോസ് ഡിഫറെന്റ് വാല്യൂസ് ഓഫ് ഫീസിൽ. ഇനി നമുക്കൊരു കാര്യം ആലോചിച്ച് നോക്കാം. ഈ ബോൾ ആ പേഴ്സന്റെ കയ്യിൽ എത്താൻ ഉള്ള കണ്ടീഷൻസ് എന്താണെന്ന്. റൈറ്റ്, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഫസ്റ്റ് നമുക്കൊരു കാര്യം ചെയ്യാം ഈ പ്രോബ്ലത്തിന്. ബിക്കോസ് എന്തായാലും ഒരു പ്രൊജക്ടൈൽ മോഷൻ കൈൻഡ്സ് ഓഫ് പ്രോബ്ലം ആണല്ലോ. സോ ഇതിനെ 2 ഡയറക്ഷൻസിൽ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഓരോ ഡയറക്ഷൻ ഇൻഡിപെൻഡന്റ് തിങ്ക് ചെയ്യുവാണ്. സപ്പോസ് ഇതാണ് എന്റെ എക്സ് ഡയറക്ഷൻ, ഇതാണ് എന്റെ വൈ ഡയറക്ഷൻ. ഞാൻ ആദ്യം വൈ ഡയറക്ഷനിലെ മോഷനെ പറ്റി ആലോചിക്കുകയാണ്. ഓക്കെ റൈറ്റ്, ഈ ബോൾ തിരിച്ച് ഈ പേഴ്സന്റെ കയ്യിൽ എത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇനീഷ്യലി ഈ ബോളിന്റെ വൈ ഡയറക്ഷനിലെ വൈ കോർഡിനേറ്റ് 0 ആണ്. ഈ ബോൾ ഇങ്ങോട്ട് പോകുന്നതോറും കണ്ടോ അതിന്റെ വൈ കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് തിരിച്ച് റീബൗണ്ട് ചെയ്ത് വരുമ്പോഴും വൈ കോർഡിനേറ്റിന്റെ വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. ഫൈനലി ഈ പേഴ്സന്റെ കേസിൽ പേഴ്സന്റെ കയ്യിൽ ആ ബോൾ എത്തണമെന്നുണ്ടെങ്കിൽ അതിന്റെ വൈ കോർഡിനേറ്റ് 0 ആവണം. എന്ന് വെച്ചാൽ ഈ പേഴ്സന്റെ കയ്യിൽ ആ ബോൾ എത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ വൈ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ് 0 ആവണം. റൈറ്റ്, അപ്പൊ നമുക്ക് പറയാം ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് t = ടൈം ഓഫ് ഫ്ലൈറ്റ് ഇംപ്ലൈസ് വൈ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ്, അതായത് ഡിസ്പ്ലേസ്മെന്റ് ഇൻ വൈ ഡയറക്ഷൻ അത് 0 ആവണം. ഓക്കെ, എങ്കിൽ നമുക്ക് മോഷന്റെ 2 കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, എനിക്ക് പറയാം സപ്പോസ് ഇതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി u ആണെങ്കിൽ അതിന്റെ ഈ ഡയറക്ഷനിലെ കമ്പോണന്റ് ആണ് സപ്പോസ്. ഓക്കെ റൈറ്റ്, ഞാൻ ഈ ആംഗിളിനെ ഞാൻ ആൽഫ എന്ന് എടുക്കാൻ പോവാം. റൈറ്റ്, എങ്കിൽ ഇത് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇത് u cos തീറ്റ, ഈ ഡയറക്ഷനിലെ കമ്പോണന്റ് u sin തീറ്റ. റൈറ്റ്, എങ്കിൽ വൈ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ് 0 ആകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓക്കെ ഈ സാധനം നേരെ ഇവിടെ പോവുക എന്നിട്ട് ഈ സാധനം നേരെ തിരിച്ചെത്തുക. റൈറ്റ്, എങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം എൻ്റെ ഒരു കല്ലുണ്ട്. ഈ കല്ലിനെ ഞാൻ
താഴ്ന്ന് മുകളിലോട്ടൊരു യു വെലോസിറ്റിയിൽ എറിയുന്നു, അല്ലെങ്കിൽ ഞാനൊരു വി വെലോസിറ്റിയിൽ എറിയുന്നു. ഈ കല്ല് ഇവിടെ നിന്ന് പോയിട്ട് തിരിച്ച് ഇവിടെ തന്നെ എത്താൻ എടുക്കുന്ന ടൈം, ആ ടൈമിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ടൈം ഇസ് ഈക്വൽ ടു 2u ഡിവൈഡഡ് ബൈ ജി ആണ്. റൈറ്റ്. ഈ കേസിൽ നമുക്കറിയാം അതിന്റെ വെർട്ടിക്കൽ ഡയറക്ഷനിലെ വെലോസിറ്റി യു സൈൻ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. സോ എങ്കിൽ ഇതാണ് നമ്മുടെ ടൈം ഓഫ് ഫ്ലൈറ്റ്, അതായത് ഇത് പോയിട്ട് ഇവിടെ എത്താൻ എടുക്കുന്ന ടൈം. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ടൈം ഓഫ് ഫ്ലൈറ്റ് ഒരിക്കലും ഇവിടുത്തെ കോഎഫിഷ്യന്റ് റെസ്റ്റിറ്റ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ്. കാരണം എന്താണ്, ബിക്കോസ് കോഎഫിഷ്യന്റ് റെസ്റ്റിറ്റ്യൂഷൻ ഈ ഡയറക്ഷനിലെ വെലോസിറ്റീസിനൊക്കെ മാത്രമേ അഫക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. റൈറ്റ്. അതായത് കോഎഫിഷ്യന്റ് റെസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും അഫക്ട് ചെയ്യുന്നത് ആ ഹിറ്റ് ചെയ്യുന്ന സർഫസിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനുള്ള വെലോസിറ്റി കമ്പോണന്റിനെയാണ്. എന്ന് വെച്ചാൽ ഈ ഡയറക്ഷനിലെ വെലോസിറ്റി കമ്പോണന്റിനെയാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഈ ഡയറക്ഷനെ പറ്റിയാണ്. നമുക്ക് ഓൾറെഡി അറിയാം ഈ ഡയറക്ഷൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. സോ അവർ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആണ്. എന്ന് വെച്ചാൽ ഈ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ് 0 ആവാൻ എടുക്കുന്ന ടൈം ഈ ഡയറക്ഷൻ ഒരു രീതിയിലും അഫക്ട് ചെയ്യില്ല. എന്ന് വെച്ചാൽ കോഎഫിഷ്യന്റ് റെസ്റ്റിറ്റ്യൂഷൻ ഏതാണെങ്കിലും, റൈറ്റ്, ഏതാണെങ്കിലും ഇതിന്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് സെയിം ആണ്. ഓക്കെ, അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് ആണ്. എങ്കിൽ നമുക്ക് നോക്കാം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. ഫസ്റ്റ്, ഈ പേഴ്സൺ ഇയാളുടെ കയ്യിൽ നിന്ന് ഈ ബോൾ എറിഞ്ഞു. മനസ്സിലാക്കുക, ഈ ബോൾ തിരിച്ച് ഇവിടെ തന്നെ, അതായത് എന്റെ y കോർഡിനേറ്റ് 0 ആവാൻ എടുക്കുന്ന ടൈം അത് ഫിക്സഡ് ആണ്. സപ്പോസ് ഇതൊരു 10 സെക്കൻഡ് എന്ന് എടുത്തു. എങ്കിൽ ഈ ബോൾ ഇയാളുടെ കയ്യിൽ നിന്ന് പോയി അതിന്റെ എക്സ് ഡയറക്ഷനിലെ കോർഡിനേറ്റ് വേരി ചെയ്യുവാണ്. റൈറ്റ്. ഓക്കെ, ആദ്യം ഇതിന്റെ എക്സ് കോർഡിനേറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് അത് ഇവിടെ എത്തണം, ഇവിടെ എത്തണം, ഇവിടെ എത്തണം, ഇവിടെ എത്തണം, ഇവിടെ എത്തണം, ഫൈനലി ഇവിടെ എത്തണം. അതായത് എക്സ് ഡയറക്ഷനിൽ d ഡിസ്റ്റൻസ് മൂവ് ചെയ്യണം. വൺസ് അത് എക്സ് ഡയറക്ഷനിൽ d ഡിസ്റ്റൻസ് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് വാളിൽ ഹിറ്റ് ചെയ്തു വന്ന ആഫ്റ്റർ ദ ഹിറ്റിംഗ് അതിന്റെ ഈ ഡയറക്ഷനിലെ സ്പീഡ് കുറയും. റൈറ്റ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക, അതിന്റെ സ്പീഡ് കുറഞ്ഞു, പക്ഷേ ഇയാളുടെ കയ്യിൽ ആ ബോൾ എത്തണമെങ്കിൽ, റൈറ്റ്, ഈ ടൈം ഓഫ് ഫ്ലൈറ്റിൽ ഇവിടം തൊട്ട് ഇതുവരെ പോകാനെടുത്ത ടൈം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം കൊണ്ട് ആ ബോൾ തിരിച്ച് ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യണം. ഒന്നാലോചിച്ച് നോക്കുക, അത് ജനറലി പോസിബിൾ അല്ല. ബിക്കോസ് തിരിച്ച് ഹിറ്റ് ചെയ്തിട്ട് വരുമ്പോൾ അതിന്റെ സ്പീഡ് കുറഞ്ഞു. റൈറ്റ്. ആ റെഡ്യൂസ്ഡ് സ്പീഡിൽ ഇയാളുടെ കയ്യിൽ തിരിച്ചതിന് എത്താൻ പറ്റണമെന്നില്ല. എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായി, ഞാനിങ്ങനെ എറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻ ജനറൽ ഇയാളുടെ കയ്യിൽ ആ ബോൾ എത്തണമെന്നില്ല. റൈറ്റ്. ഒന്നാലോചിച്ച് നോക്കുക, ഞാൻ കോഎഫിഷ്യന്റ് റെസ്റ്റിറ്റ്യൂഷന്റെ വാല്യൂ ഇനിയും കുറച്ചാൽ എന്തോ പറ്റും. റൈറ്റ്. സംഭവിക്കാൻ പോകുന്നത് ഈ ഡയറക്ഷനിലെ വെലോസിറ്റി കമ്പോണന്റ് ഇനിയും കുറയും. എന്ന് വെച്ചാൽ ഈ സാധനം ഇവിടെ എത്തിയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരാൻ വേണ്ടി ബാക്കി മിച്ചമുള്ള ടൈം കൊണ്ട് അതിന് തിരിച്ച് ഇവിടെ എത്താൻ പറ്റില്ല. ബിക്കോസ് ഈ ഡയറക്ഷനിലെ വെലോസിറ്റി കമ്പോണന്റ് പിന്നെയും കുറവാണ്. സോ അതിന് എത്താൻ പറ്റില്ല. റൈറ്റ്. സോ നമുക്ക് മനസ്സിലായി, ഇൻ ജനറൽ ഞാൻ ഈ ബോൾ എറിഞ്ഞു കഴിഞ്ഞാൽ ഈ ബോൾ എന്റെ കയ്യിൽ എത്തണമെന്നില്ല. എന്റെ കോഎഫിഷ്യന്റ് റെസ്റ്റിറ്റ്യൂഷൻ മാറുന്നതിനനുസരിച്ച് ഈ ബോൾ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും വന്ന് വീഴാൻ പോകുന്നത്, ചിലപ്പോൾ അത് ഇവിടെ ആയിരിക്കും വീഴാൻ പോകുന്നത്, ചിലപ്പോൾ ഇത് ഇവിടെ ആയിരിക്കും വന്ന് വീഴാൻ പോകുന്നത്. ഇനി കോഎഫിഷ്യന്റ് റെസ്റ്റിറ്റ്യൂഷൻ 0 ആണെങ്കിൽ നമുക്ക് എന്തായാലും അറിയാം ഇതിവിടെ എത്തും. ഹിറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ വെർട്ടിക്കൽ ഡയറക്ഷനിലെ വെലോസിറ്റി കംപ്ലീറ്റ്ലി 0 ആവും. എന്ന് വെച്ചാൽ ഇവിടെ മോഷൻ ഈ സ്ട്രക്ചറിലായിരിക്കും. ഹിറ്റ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ പോകും, എന്നിട്ട് തിരിച്ച് ഇവിടെ തന്നെ വന്ന് വീഴും. എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോയ്ക്ക് ആ ബോൾ തിരിച്ച് ക്യാച്ച് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട കണ്ടീഷൻ എന്താണെന്നാ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. സപ്പോസ് എന്റെ കോഎഫിഷ്യന്റ് റെസ്റ്റിറ്റ്യൂഷൻ ഫിക്സഡ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു മിനിമം വെലോസിറ്റിയിൽ ഇവിടെ നിന്ന് എറിയണം. റൈറ്റ്. എറിഞ്ഞാൽ മാത്രമേ ഈ ബോൾ ഹിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എന്റെ സ്പീഡ് കുറയും. കുറഞ്ഞിട്ടും ബാക്കിയുള്ള ടൈം കൊണ്ട് എക്സാക്ട്ലി ഈ ബോൾ ഇയാളുടെ കയ്യിലെത്തത്തുള്ളൂ. റൈറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പർട്ടിക്കുലർ വെലോസിറ്റിയിൽ എറിഞ്ഞാലാണ് ഒരു ഗിവൺ കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷനിൽ അയാൾക്ക് ആ ബോൾ തിരിച്ച് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതെന്ന്. അതായത് നമ്മൾ ഇനി അഡ്രസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇഫ് ബോയ് ക്യാച്ച് ദ ബോൾ ഫൈൻഡ് യു. നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് എന്തായാലും അറിയാം, റൈറ്റ്, ഈ ബോൾ ഇവിടെ പോയിട്ട് തിരിച്ച് ഇവിടെ എത്താൻ എടുക്കുന്ന ടൈം, ആ ടൈം എന്ന് പറഞ്ഞാൽ ഇതാണ്. റൈറ്റ്. എനിക്ക് എന്തായാലും എഴുതാം ആ ടി. ഓക്കെ, ആ ടി എന്ന് പറഞ്ഞാൽ 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഓക്കെ, ആൻഡ് എങ്കിൽ നമുക്ക് നോക്കാം, ഈ ബോയ് ആ ബോൾ ക്യാച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഈ സാധനം പോയിട്ട് ഇവിടെ എത്താൻ എടുക്കുന്ന ടൈമാണ്. അതേ ടൈം കൊണ്ട് അത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യണം. അതായത് ഈ ഇവിടം തൊട്ട് ഇതുവരെയും പോകണം ആൻഡ് ഇവിടം തൊട്ട് ഇതുവരെയും വരണം. റൈറ്റ്. ഓക്കെ, എന്ന് വെച്ചാൽ ഇയാൾ ക്യാച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്നാ. എങ്കിൽ എനിക്ക് പറയാം ക്യാച്ചിങ് ഇംപ്ലൈസ് വെർട്ടിക്കൽ ഡയറക്ഷനിൽ പോയിട്ട് ഇവിടെ എത്താൻ എടുക്കുന്ന ടൈം ഈക്വൽ ടു ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഇവിടെ പോയിട്ട് തിരിച്ച് ഇവിടെ എത്താൻ എടുക്കുന്ന ടൈം. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഇവിടം തൊട്ട് ഇതുവരെ പോകാൻ എടുക്കുന്ന ടൈം എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് പറയാം ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ d ആണ് ആൻഡ് ഈ ഡയറക്ഷനിലെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ u cos θ ആണ്. എന്ന് വെച്ചാൽ ഇവിടം തൊട്ട് ഇതുവരെ പോകാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d ഡിവൈഡഡ് ബൈ u cos θ. ആൻഡ് തിരിച്ച് ഇവിടം തൊട്ട് ഇതുവരെ വരാൻ എടുക്കുന്ന ടൈം എത്രയാണെന്ന് വെച്ചാൽ എനിക്ക് പറയാം അവിടെ എനിക്ക് കവർ ചെയ്യേണ്ട ഡിസ്റ്റൻസ് d ആണ്. സോ d ഡിവൈഡഡ് ബൈ, പക്ഷെ തിരിച്ചത് വരുന്ന സമയത്ത് നമുക്കറിയാം ഇത് ആഫ്റ്റർ ദ റീബൗണ്ടിങ്. റൈറ്റ്. ഈ സാധനം ചിലപ്പോൾ എങ്ങനെയായിരിക്കും റീബൗണ്ട് ചെയ്യുന്നത് എങ്കിൽ അതിന്റെ ഈ ഡയറക്ഷനിലെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി ഉണ്ടായിരുന്ന വെലോസിറ്റി u cos θ ആണ്. അതിന്റെ കൂടെ ഒരു ഈ ഫാക്ടറും കൂടെ അറ്റാച്ച്ഡ് ആവും, അതായത് ടൈംസ് ഇ.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിരിച്ചു വരുന്ന ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ യു കോസ് തീറ്റയാണ്. റൈറ്റ്, അതായത് ഇ യു കോസ് തീറ്റ. റൈറ്റ്, എങ്കിൽ ഇവിടം തൊട്ട് ഇതുവരെ പോകാൻ എടുക്കുന്ന ടൈം കിട്ടി, ഇവിടം തൊട്ട് ഇതുവരെ വരാൻ എടുക്കുന്ന ടൈം കിട്ടി, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടെ എത്തി ആൻഡ് ഇവിടെ എത്താൻ എടുക്കുന്ന ടൈം കിട്ടും. ആ ടൈം തന്നെ ആയിരിക്കണം ഈ ടൈം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ബോയ് ക്യാച്ച് ചെയ്യുമെന്ന. എങ്കിൽ എനിക്ക് എഴുതാം ദിസ് ഈക്വൽ ടു ഡി ബൈ യു കോസ് തീറ്റ പ്ലസ് ഡി ബൈ ഇ യു കോസ് തീറ്റ. റൈറ്റ്, എനിക്ക് ഇതിനകത്ത് എന്തായാലും യുവിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ജസ്റ്റ് ഈ ഇക്വേഷൻ നോക്കുക. റൈറ്റ്, ഓക്കെ, എനിക്ക് ഇവിടെ എന്തൊക്കെ നോൺ ആണ്? ഇവിടെ നമ്മുടെ ആംഗിൾ നോൺ ആണ്, ആൻഡ് ജി നോൺ ആണ്, ഡി നോൺ ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനകത്തുനിന്ന് എന്തായാലും യു എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സിമ്പിൾ. റൈറ്റ്, ഞാനത് സോൾവ് ചെയ്യുന്നില്ല, ജസ്റ്റ് അത് സോൾവ് ചെയ്യുക. റൈറ്റ്, എനിക്ക് ഇതിനകത്ത് യുവിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൂ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഫൈൻഡ് ദ മാക്സിമം ഡിസ്റ്റൻസ് ഡി ഫോർ വിച്ച് ബോൾ വിൽ കം ബാക്ക് ടു ദ പ്രൊജക്ഷൻ പോയിന്റ്. അതായത് ഞാൻ ഈ വാളിൽ നിന്ന് മാക്സിമം എത്ര ഡിസ്റ്റൻസ് വരെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിത് റീബൗൺസ് ചെയ്തിട്ട് എനിക്ക് അതിനെ തിരിച്ച് ക്യാച്ച് ചെയ്യാം. വളരെ സിമ്പിൾ. എനിക്ക് എന്തായാലും ഓൾറെഡി നമ്മുടെ ഈ ഡിയും ആൻഡ് ഈ ആംഗിളും യുവും എല്ലാം തമ്മിലുള്ള റിലേഷൻഷിപ്പ് എൻ്റെ ഇരിപ്പുണ്ട്. ഞാൻ എന്ത് ചെയ്യുക, അതിനകത്ത് ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് ഏത് കണ്ടീഷനിലാണ് ആ ഡിയുടെ വാല്യൂ മാക്സിമം ആവുന്നത് എന്നൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. സോ എനിക്ക് എന്തായാലും ഞാൻ എന്തായാലും റിലേഷൻഷിപ്പ് എടുത്ത് എഴുതുവാണ്. എനിക്ക് എഴുതാം അതിനകത്ത് നിന്ന് 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി ഈക്വൽ ടു. റൈറ്റ്, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ രണ്ട് ടേമിനകത്തും കണ്ടോ ഡി ബൈ യു കോസ് തീറ്റ കോമൺ ആണ്. സോ അത് പുറത്തെടുക്കുക. എങ്ങനെയൊക്കെ എഴുതാം, ഡി ബൈ യു കോസ് തീറ്റ ഇൻറ്റു 1 പ്ലസ് ബാക്കി അവിടെയുള്ള 1 ബൈ ഇ. ഓക്കെ, റൈറ്റ്, അല്ലെങ്കിൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് 2u സ്ക്വയർ, അതായത് ഞാൻ ഈ ടേം ഒക്കെ ഇപ്പുറത്ത് കൊണ്ടുവരുവാണ്, 2u സ്ക്വയർ സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ജി ഈക്വൽ ടു ഡി ടൈംസ്. ഓക്കെ, ഇത് ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എനിക്ക് കിട്ടും 1 പ്ലസ് ഇ ഡിവൈഡഡ് ബൈ ഇ. അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാം ദിസ് ഇംപ്ലൈസ് ഈ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വെച്ചാൽ സൈൻ 2 തീറ്റ. സോ എനിക്ക് എഴുതാം യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു ഇ ബൈ 1 പ്ലസ് ഇ ഈക്വൽ ടു ഡി. ഓക്കെ, റൈറ്റ്, എങ്കിൽ എനിക്ക് ഡിക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടി. എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ്, ഞാനത് ഒന്നുകൂടെ എടുത്ത് എഴുതിയാൽ എനിക്ക് എഴുതാം ഡി ഈസ് ഈക്വൽ ടു റൈറ്റ് യു സ്ക്വയർ സൈൻ 2 തീറ്റ, റൈറ്റ്, ഇവിടെ ഒരു ഇ ഉണ്ട്, ഡിവൈഡഡ് ബൈ ജി ടൈംസ് 1 പ്ലസ് ഇ. സോ ഇതാണ് നമ്മുടെ ഡിന്റെ വാല്യൂ. റൈറ്റ്, എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായി ഫോർ എ ഗിവൻ യു, അതായത് ഒരു പർട്ടിക്കുലർ യുയിൽ എന്റെ കോഎഫിഷ്യന്റ് റെസ്റ്റിറ്റ്യൂഷൻ ഫിക്സഡ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് മാക്സിമം ഡിസ്റ്റൻസ് വാളിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസും എന്റെ ആംഗിളും എല്ലാം തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എങ്കിൽ നമുക്ക് നോക്കാം ആ ഡി എപ്പോഴാണ് മാക്സിമം ആവുന്നതെന്ന്. സിമ്പിൾ, ഇത് മാക്സിമം ആവുക എന്ന് പറഞ്ഞാൽ ഫോർ എ ഗിവൻ യു ആൻഡ് ഗിവൻ ഇ, ഇത് മാക്സിമം ആവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ സൈൻ്റെ വാല്യൂ മാക്സിമം ആവുക. സൈൻ്റെ വാല്യൂ മാക്സിമം ആവുക എന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പോൾ എഴുതാം, അതായത് ഡി മാക്സിമം ഇംപ്ലൈസ് സൈൻ 2 തീറ്റയുടെ വാല്യൂ 1 ആവണം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ദാറ്റ് ഇംപ്ലൈസ് തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. അതായത് ഞാൻ 45 ഡിഗ്രിയിൽ എറിഞ്ഞാലാണ് എനിക്ക് മാക്സിമം വാളിൽ നിന്ന് ഡിസ്റ്റൻസിൽ എനിക്ക് ഈ സാധനത്തിനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, റൈറ്റ്, എങ്കിൽ ഇനി അടുത്തത് ആ മാക്സിമം ഡിസ്റ്റൻസ് എത്ര? മാക്സിമം ഡിസ്റ്റൻസ് എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 45 ഡിഗ്രി ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം 1 ആയി പോകും. ആൻഡ് എനിക്ക് എഴുതാം ഡി മാക്സിമം ഈക്വൽ ടു റൈറ്റ് ഇ യു സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു 1 പ്ലസ് ഇ. സോ ഇതാണ് ആക്ച്വലി ആ മാക്സിമം ഡിസ്റ്റൻസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതൊരു ബോൾ ആണ് ആൻഡ് ഈ ബോള് ഇത് സ്റ്റെപ്പിൽ കൂടെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ബൗൺസ് ചെയ്യുവാണ്. ആൻഡ് നമ്മുടെ സ്റ്റെപ്പിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ക്യാപിറ്റൽ എച്ച് ആണ്. ആൻഡ് ഇത് ബൗൺസ് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. എങ്ങനെയാ, വൺസ് ഇത് ബൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബൗൺസ് ചെയ്യുന്ന ലെവലിൽ നിന്ന് ഒരു എച്ച് സ്മോൾ എച്ച് ഹൈറ്റിൽ ഈ സാധനം റീബൗണ്ട് ചെയ്യും. റൈറ്റ്, ആ ഒരു ഫാഷനിലാണ് ഈ സാധനം ബൗൺസ് ചെയ്യുന്നത്. എങ്കിൽ ക്വസ്റ്റ്യൻ, ഈ ഒരു പർട്ടിക്കുലർ ഫാഷനിൽ ഇതിന് റീബൗൺസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്പിന്റെ സർഫസിന്റെ കോഎഫിഷ്യന്റ് റെസ്റ്റിറ്റ്യൂഷൻ എത്രയാണ്? അത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ബോൾ ഈസ് കണ്ടിന്യൂസ്ലി ബൗൺസിങ്, ഇറ്റ് ബൗൺസ് above a height of small h of the step after every collision, find e. Right, simple. എങ്കിൽ എനിക്ക് എഴുതാം കോഎഫിഷ്യന്റ് റെസ്റ്റിറ്റ്യൂഷന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് അപ്രോച്ച്. സോ ഓരോന്ന് ഇൻഡിവിജ്വലി കാൽക്കുലേറ്റ് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ആദ്യം വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ. വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നോക്കുക, ഈ ബോൾ ഇവിടെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മാക്സിമം എച്ച് ഹൈറ്റ് ആയത് പോകുന്നേ. എങ്കിൽ നമുക്കറിയാം ഒരു സാധനം ഗ്രൗണ്ടിൽ നിന്ന് എച്ച് ഹൈറ്റ്
മുകളിലോട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനിഷ്യലി അതിന് എത്ര സ്പീഡ് ഉണ്ടാവണം? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ട ഇനിഷ്യൽ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2gh ആണ്. നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. സപ്പോസ് ഇതാണ് ഗ്രൗണ്ട് ലെവൽ. സപ്പോസ് ഞാൻ താഴെ എറിയുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v ആണ്. ഇത് മാക്സിമം ഹൈറ്റിൽ എത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 0 ആവണം. സോ എനിക്ക് എഴുതാം v² = u² + 2a. സോ ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 0, ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ u² - 2g, മാക്സിമം പോകുന്ന ഹൈറ്റ് h. എനിക്ക് എഴുതാം v = √2gh. സിമ്പിൾ. സോ എനിക്ക് v ന്റെ വാല്യൂ മനസ്സിലായി. ഇനി അടുത്ത u എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇത് ഈ h ഹൈറ്റ് പോയിട്ട് തിരിച്ച് നമ്മുടെ ഈ സ്റ്റെപ്പിൽ വന്ന് ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റി, അതാണ് ബേസിക്കലി u, വെലോസിറ്റി ഓഫ് അപ്രോച്ച്. അത് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും അറിയാം. നോക്കുക, ഈ സർഫസിൽ അത് ഹിറ്റ് ചെയ്യുമ്പോൾ അത് എത്ര ഹൈറ്റ് ആണ് മുകളിൽ നിന്ന് അവിടെ ട്രാവൽ ചെയ്യുന്നത്? സിമ്പിൾ. അത് h ഹൈറ്റ് വന്നു ആൻഡ് ഒരു ക്യാപിറ്റൽ h ഹൈറ്റ് വന്നു എന്ന് വെച്ചാൽ സ്മോൾ h പ്ലസ് ക്യാപിറ്റൽ h ഹൈറ്റിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് ഒരു സർഫസിൽ ഹിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയാണോ അതാണ് ഇവിടുത്തെ വെലോസിറ്റി ഓഫ് അപ്രോച്ച്. നമുക്ക് ഓൾറെഡി അറിയാം അതിന്റെയും എക്സ്പ്രഷൻ. അതായത് ഈ കേസിൽ u എന്ന് പറഞ്ഞാൽ അത് സെയിം എക്സ്പ്രഷൻ തന്നെയാണ്, √2 × h + h. റൈറ്റ്. ഓക്കെ, അത് മനസ്സിലാകാത്തവർ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. റൈറ്റ്, ഒരു ബോള് ഇനിഷ്യലി റെസ്റ്റിലാണ്, അതായത് മാക്സിമം ഹൈറ്റിൽ റെസ്റ്റിലാണ്. ആൻഡ് എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രാവൽ ചെയ്യുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഈ കേസിൽ എന്ന് പറഞ്ഞാൽ h + h ആണ്. റൈറ്റ്, അത് ഗ്രൗണ്ടിൽ എത്തുമ്പോൾ വെലോസിറ്റിയാണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സപ്പോസ് ഗ്രൗണ്ടിൽ എത്തുമ്പോൾ വെലോസിറ്റി v ആണെന്ന് വെച്ചോ, എനിക്ക് അഗൈൻ എഴുതാം v² = u² + 2a. സോ എനിക്ക് എഴുതാം v² = u², u എന്ന് പറഞ്ഞാൽ 0 ആണ്, പ്ലസ് ആക്സലറേഷൻ ആണ്, താഴോട്ടാണ് വരുന്നത്. സോ 2gh + h. എനിക്ക് ഇതിനകത്ത് എഴുതാം v √2gh + h. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എഴുതാം e √2gh / √2gh + h. ഓക്കെ, റൈറ്റ്. അല്ലെങ്കിൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് രണ്ടിടത്തു നിന്നും √2gന്റെ ടേംസ് ക്യാൻസൽ ചെയ്ത് പോകും. സോ എനിക്ക് എഴുതാം എന്റെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ √h / h + h. ഓക്കെ, ഇതാണ് ആക്ച്വലി ഈ ഒരു പർട്ടിക്കുലർ ഫാഷനിൽ ഈ ബൗൾ റീബൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സർഫസിന് വേണ്ട കോഎഫിഷ്യന്റ് റെസ്റ്റിറ്റ്യൂഷൻ. എങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഈ പ്രോബ്ലത്തിന്റെ വേറൊരു ഇൻട്രസ്റ്റിംഗ് കേസ് വേണമെങ്കിൽ നോക്കാം. സപ്പോസ് ഈ ബോൾ റീബൗണ്ട് ചെയ്യുന്നത് ഈ രീതിയിലാണ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ റീബൗണ്ട് ചെയ്യുന്നു എന്നിട്ട് ഒരു സ്മോൾ h ഹൈറ്റ് പോകുന്നു. എങ്കിൽ ഞാൻ അടുത്ത് പറയാൻ പോകുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിങ്ങനെ റീബൗണ്ട് ചെയ്യുന്നു, റൈറ്റ്. ഓക്കെ, ആൻഡ് ഇത് റീബൗണ്ട് ചെയ്തിട്ട് ഇത് എക്സാക്ട്ലി നമ്മുടെ സ്റ്റെപ്പിന്റെ ഹൈറ്റ് എത്രയാണോ അത്രയും ഹൈറ്റ് തന്നെ ആ സാധനം വരും. എന്നിട്ട് അത് തിരിച്ചും റീബൗണ്ട് ചെയ്യുന്നു. ആക്ച്വലി നമ്മുടെ സ്റ്റെപ്പിന്റെ ഹൈറ്റ് എത്രയെന്ന് വെച്ചാൽ എക്സാക്ട്ലി അതേ ഹൈറ്റ് തന്നെ വരും. എന്നിട്ട് അത് അഗൈൻ റീബൗണ്ട് ചെയ്യുന്നു. ആക്ച്വലി നമ്മുടെ സ്റ്റെപ്പിന്റെ ഹൈറ്റ് എത്രയെന്ന് വെച്ചാൽ അതേ ഹൈറ്റ് തന്നെ വരുന്നു. എന്ന് വെച്ചാൽ റീബൗണ്ട് ചെയ്യുന്നത് ഈ ഫാഷനിലാണ്. റൈറ്റ്, കണ്ടോ? ആക്ച്വലി നമ്മുടെ സ്റ്റെപ്പിന്റെ ഹൈറ്റ് എത്രയാണോ അത്രയും ഹൈറ്റ് തന്നെ റീബൗണ്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോഎഫിഷ്യന്റ് റെസ്റ്റിറ്റ്യൂഷൻ എത്ര വേണം നോക്കാം. എങ്കിൽ അത് വളരെ സിമ്പിൾ ആണ്. എങ്കിൽ നമുക്ക് പറയാം ഇപ്പൊ പറഞ്ഞ പർട്ടിക്കുലർ കേസിൽ എന്റെ എച്ചിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ക്യാപിറ്റൽ h തന്നെ. അങ്ങനെയാണെങ്കിൽ എന്റെ കോഎഫിഷ്യന്റ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ e = √h / h + h. റൈറ്റ്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √h / 2h എന്ന് പറഞ്ഞാൽ എന്റെ കോഎഫിഷ്യന്റ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ √1/2, അതായത് 1/√2. അതായത് എന്റെ കോഎഫിഷ്യന്റ് റെസ്റ്റിറ്റ്യൂഷൻ 1/√2 ആണെങ്കിൽ ഇത് ഓരോ പ്രാവശ്യം റീബൗണ്ട് ചെയ്യുമ്പോഴും അതിന്റെ തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിന്റെ സർഫസ് വരെ ഈ സാധനം റീച്ച് ചെയ്യും. എന്നിട്ട് അത് തിരിച്ച് റീബൗണ്ട് ചെയ്തിട്ട് എക്സാക്ട്ലി അതേ ഹൈറ്റ് തന്നെ വരും. സോ ഈ ഫാഷനിൽ പോകണമെങ്കിൽ കോഎഫിഷ്യന്റ് റെസ്റ്റിറ്റ്യൂഷൻ ഇത്ര ആയിരിക്കണം.